ചെറിയ പ്രായത്തിൽ എനിക്ക് ഈ പൂത്തിരി കത്തിക്കാൻ ഭയങ്കര പേടിയായിരുന്നു. പൂത്തിരി കത്തിക്കുമ്പം അതിൽ നിന്ന് ഈ തീയുടെ ചെറിയ ചെറിയ കണങ്ങൾ വെളിയിലേക്ക് വരുമല്ലോ. ആ ചെറിയ കണം നമ്മുടെ ദേഹത്തൊക്കെ വന്ന് വീണ് കൈയൊക്കെ പൊള്ളുമെന്നാണ് ഞാൻ ഭയപ്പെട്ടിരുന്നത്. പക്ഷേ അത് ഉപയോഗിക്കുന്ന ആരും കരയുന്നത് ഞാൻ കണ്ടിട്ടില്ല. എല്ലാവരും ചിരിക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു ആശ്വാസത്തിൽ ഞാൻ ആദ്യമായിട്ട് പൂത്തിരി കത്തിച്ചു. അത് ഞാൻ എൻ്റെ കയ്യിൽ പിടിച്ചു. അത്ഭുതം, ആ തീയൊക്കെ എൻ്റെ കൈ വന്ന് തട്ടിയിട്ടും എനിക്കൊന്നും സംഭവിക്കുന്നില്ല. എനിക്ക് കരയാനല്ല, ചിരിക്കാനാണ് തോന്നിയത്. എന്നാൽ ഈ പൂത്തിരിയുടെ ആ ചെറിയ തീയുടെ തരിക്ക് 1000 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനിലയുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടായിരിക്കാം എൻ്റെ കൈ അന്ന് പൊള്ളാതിരുന്നത്? ആവി പിടിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അത് വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമായിരിക്കുമെന്നാണ് നമ്മൾ കരുതുക. എന്നാൽ ആദ്യമായിട്ട് ഒരു തവണ ആവി പിടിച്ച ആൾക്കറിയാം അതിൻ്റെ പിന്നിലെ പ്രയാസം. ആവി പിടിക്കുമ്പോൾ തീയൊന്നുമല്ല നമ്മൾ പിടിക്കുന്നത്. ഈ വെള്ളം തിളച്ച് അത് നീരാവിയായിട്ട് വരുന്നത് മാത്രമാണ് നമ്മുടെ മുഖത്തേക്ക് നമ്മൾ പിടിക്കുന്നത്. പക്ഷേ അങ്ങനെ പിടിക്കുമ്പോൾ പോലും നമ്മുടെ മുഖത്ത് വലിയ രീതിയിലുള്ള ചൂട് അനുഭവപ്പെടും. നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു ചൂടായിട്ട് പോലും ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ അധികം നേരം ആവി പിടിക്കാറില്ല. ഒരു 10 മിനിറ്റൊക്കെ കഴിയുമ്പോൾ നിർത്തുകയാണ് പതിവ്. പക്ഷേ വെള്ളം തിളയ്ക്കാൻ വെറും 100 ഡിഗ്രി സെൽഷ്യസ് മാത്രം താപനില മതി. ആ 100 ഡിഗ്രി സെൽഷ്യസ് കൊണ്ടാണ് ഈ നീരാവി ഉണ്ടായി വരുന്നത്. ആ നീരാവി നമുക്ക് സഹിക്കാൻ പറ്റാറില്ല. ചില സമയങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള അപകടങ്ങൾ പോലും സംഭവിച്ചിട്ടുണ്ട്. 1865 മിസിസിപ്പി നദിയിലൂടെ ഒഴുകിപ്പോയിരുന്ന ആവിയന്ത്രം കൊണ്ട് പ്രവർത്തിക്കുന്ന കപ്പൽ ഒരു സുപ്രഭാതത്തിൽ പൊട്ടിത്തെറിച്ചു. വലിയൊരു സ്ഫോടനത്തിന് കാരണമായി അതിലുണ്ടായിരുന്ന 1800 അധികം വരുന്ന യാത്രികരാണ് മരണമടഞ്ഞത്. അതിൻ്റെ കാരണം നീരാവിയാണ്, നീരാവിയുടെ ശക്തിയാണ്. 1000 ഡിഗ്രി സെൽഷ്യസ് താപനിലയുള്ള പൂത്തിരിയുടെ ആ ചെറിയ തീയുടെ തരിക്ക് നമ്മളിൽ പൊള്ളലേൽപ്പിക്കാൻ സാധിക്കില്ല. എന്നാൽ 1000 ഡിഗ്രി സെൽഷ്യസിൽ ഇവിടെ കാണുന്ന സകല മെറ്റലുകളും ഉരുകി ഒലിക്കുന്നതാണ്. വെറും 100 ഡിഗ്രി സെൽഷ്യസ് കാരണം ഉണ്ടായി വരുന്ന നീരാവി കാരണം അനേകം ആളുകൾ മരണമടയുന്നു. ആ ഊർജം ഉപയോഗിച്ച് വലിയ തീവണ്ടികൾ വരെ സഞ്ചരിച്ചു പോകുന്നു. ചൂടും താപവുമൊക്കെ വളരെയധികം നിഗൂഢതകൾ നിറഞ്ഞിട്ടുള്ള, വളരെയധികം രഹസ്യങ്ങൾ നിറഞ്ഞിട്ടുള്ള ശാസ്ത്ര സത്യങ്ങളാണ്. ആ നിഗൂഢതകളിലൂടെ, ആ ശാസ്ത്ര സത്യങ്ങളിലൂടെയുള്ള ഒരു സഞ്ചാരമാണ് ഈ വീഡിയോ. ഒരു ചായ വെച്ചിരിക്കുന്ന ഗ്ലാസ്സിൽ ഒന്ന് തൊട്ട് നോക്കിയിട്ടുണ്ടോ? നമ്മുടെ കൈ പൊള്ളും. കാരണം ആ ചായയിലെ ചൂട് നമ്മുടെ കയ്യിലേക്ക് യാത്ര ചെയ്തിരിക്കുന്നു. ഇനി നമ്മൾ ആ ഗ്ലാസ് എടുക്കുന്നില്ല എന്ന് കരുതുക. അത് മുറിയിൽ അങ്ങനെ ഇരിക്കുകയാണ്. കുറേ നേരം കഴിഞ്ഞ് ആ ഗ്ലാസ്സിലൊന്ന് തൊട്ടാലോ, അത് തണുത്തിട്ടുണ്ടായിരിക്കും. ചായ തന്നെ തണുത്തു പോയിട്ടുണ്ട്. കാരണം ആ ചൂട് ആ മുറിയിലെ അന്തരീക്ഷത്തിലേക്ക് വ്യാപിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ള ചൂടിൻ്റെ സഞ്ചാരമാണോ തെർമോഡൈനാമിക്സ്? ആണ്. എന്നാൽ അതുമാത്രമല്ല, വലിയ മെഷീനറിയുടെ അടിസ്ഥാനമാണ്. അതുമാത്രമല്ല, വ്യവസായവൽക്കരണത്തിൻ്റെ അടിത്തറയാണ്. അതുമാത്രമല്ല, മറ്റ് പലതുമാണ്. 2500 വർഷങ്ങൾക്ക് മുമ്പ് ഗ്രീക്ക് ഫിലോസഫേഴ്സ് നമ്മുടെ ചുറ്റുപാടുമുള്ള വസ്തുക്കൾ എങ്ങനെയാണ് ഉണ്ടായത്, അല്ലെങ്കിൽ അതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു. MP ഡോക്ലസ് അദ്ദേഹം പറഞ്ഞു, ഈ കാണുന്ന ലോകം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് 4 കാര്യങ്ങൾ കൊണ്ടാണെന്ന്. ഒന്ന് വായു, മറ്റൊന്ന് ഭൂമി, ജലം, അവസാനം അഗ്നി. അരിസ്റ്റോട്ടിൽ ഈ ലോകത്തിന് 4 സ്വഭാവങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഒന്ന് ചൂട്, മറ്റൊന്ന് തണുപ്പ്, നനഞ്ഞത്, ഉണങ്ങിയത്. ഇവിടെ ചൂടെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ആ കാലഘട്ടം മുതൽ ഇപ്പോൾ വരെ പല മനുഷ്യർക്കും ഈ ചൂടിനെയും അല്ലെങ്കിൽ ഹീറ്റിനെയും ടെമ്പറേച്ചറിനെയും വേറിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. രണ്ടും ഒന്നാണെന്നാണ് നമ്മളെപ്പോഴും ചിന്തിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല. ഇത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസം തന്നെയുണ്ട്. ഇത് മനസ്സിലാക്കാനായിട്ട് നമുക്കൊരു ചെറിയ എക്സ്പെരിമെൻറ്റ് നടത്താം. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്റ്റീൽ പാത്രം എടുക്കുക. ആ സ്റ്റീൽ പാത്രം നിങ്ങൾ നല്ല വെയിലുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോയി കുറച്ച് നേരം വയ്ക്കുക. അതിനു പുറമെ നിങ്ങൾ പഠിക്കാൻ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ നോവൽ വായിക്കാനോ ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു പുസ്തകവും എടുക്കുക. ആ പുസ്തകവും ഇതേപോലെ തന്നെ ആ പാത്രത്തിൻ്റെ അടുത്ത് വെയിലത്ത് കൊണ്ടുപോയി വെക്കുക. എൻ്റെ പുസ്തകത്തിന് സ്റ്റീൽ കൊണ്ടുള്ള ഒരു പുറംചട്ടയാണ് ഉള്ളതെന്ന് ആരും കമൻറ്റ് ചെയ്യേണ്ട. ആ കമൻറ്റ് ഞാനിവിടെ നിരോധിച്ചിരിക്കുന്നു. ഇങ്ങനെ രണ്ടും ഒരേ സമയം വെയിലത്ത് വെച്ചതിന് ശേഷം കുറച്ച് കഴിഞ്ഞ് ഈ പാത്രത്തിലും അതുപോലെ ആ പുസ്തകത്തിലും ഒന്ന് തൊട്ട് നോക്കുക. പാത്രത്തിൽ തൊടുമ്പോൾ നമ്മുടെ കൈ ചെറുതായിട്ടൊന്ന് പൊള്ളും. പക്ഷേ പുസ്തകത്തിൽ തൊടുമ്പോൾ കൈ പൊള്ളില്ല. ഒരു ചൂടുള്ളതായിട്ട് നമുക്ക് തോന്നും, പക്ഷേ
കൈ പൊള്ളുന്നില്ല, കൈ പൊള്ളാനും മാത്രമുള്ള ചൂടില്ല. അപ്പം നമ്മൾ എന്തായിരിക്കും പറയുക? പാത്രത്തിന് കൂടുതൽ ടെമ്പറേച്ചർ ഉണ്ട്, എന്നാൽ പുസ്തകത്തിന് കൂടുതൽ ടെമ്പറേച്ചർ ഇല്ല. ഇതേ പാത്രവും ഇതേ പുസ്തകവും നമ്മൾ തിരികെ നമ്മുടെ മുറിയിൽ കൊണ്ടുപോയി വെച്ചു. അവിടെ വെയിലൊന്നുമില്ലല്ലോ. കുറച്ച് നേരം കഴിയുമ്പം തണുക്കും. രണ്ടും ഒരുപോലെ തന്നെ തണുക്കും. കുറേ നേരം കഴിഞ്ഞ് തണുത്തതിന് ശേഷം ഇതേപോലെ ആ സ്റ്റീൽ പാത്രത്തിലും പുസ്തകത്തിലും ഒന്ന് തൊട്ട് നോക്കുക. ഏതിനായിരിക്കും ഏറ്റവും കൂടുതൽ തണുപ്പുണ്ടായിരിക്കുക? സ്റ്റീൽ പാത്രം നന്നായിട്ട് തണുത്തിരിപ്പുണ്ടായിരിക്കും. അതേസമയം ആ പുസ്തകത്തിന് അത്ര വലിയ തണുപ്പൊന്നുമില്ല. ഇവിടെ നമ്മുടെ തലച്ചോറ് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഒരു തെർമോമീറ്റർ ഉപയോഗിച്ചിട്ട് ഇതേ പാത്രത്തെയും ഇതേ പുസ്തകത്തെയും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. രണ്ടിനും ഒരേ ടെമ്പറേച്ചർ തന്നെ ആയിരിക്കും. നമ്മൾ വെയിലത്ത് കൊണ്ടുപോയി വെച്ച് ആ ചൂടിങ്ങനെ പിടിച്ചു നിൽക്കുന്ന അവസ്ഥയിൽ പോലും തെർമോമീറ്റർ വെച്ച് പരിശോധിച്ച് കഴിഞ്ഞാൽ രണ്ടിൻ്റെ താപനില തുല്യമായിരിക്കും. പക്ഷേ നമ്മുടെ തലച്ചോറ് നമുക്ക് പറഞ്ഞു തരികയാണ് സ്റ്റീൽ പാത്രത്തിനാണ് കൂടുതൽ ടെമ്പറേച്ചർ എന്ന്. തലച്ചോറ് എന്തിനായിരിക്കും ഇതിങ്ങനെ പറഞ്ഞു തരുന്നത്? തലച്ചോറിൻ്റെ പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത് നമ്മളെ രക്ഷിക്കുക എന്നുള്ളതാണ്. നമുക്ക് വലിയ രീതിയിലുള്ള പൊള്ളലുകളൊന്നും ഏൽക്കാതെ പെട്ടെന്ന് കൈ വലിക്കാനുള്ള ഒരു സെൻസേഷൻ നമുക്ക് തരികയാണ് ഈ ചൂട് നമുക്ക് പറഞ്ഞു തരുന്നതിലൂടെ. അപ്പോൾ വലിയ ചൂടൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് കൈ വലിച്ചോണം. നമ്മൾ ഓട്ടോമാറ്റിക്കലി ഒരു റിഫ്ലെക്സ് ആക്ഷൻ പോലെ തന്നെ കൈ വലിച്ചു പോകും. അതിൻ്റെ കാരണം നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനമാണ്. പക്ഷേ നമ്മുടെ തലച്ചോറിന് ഒരിക്കലും ടെമ്പറേച്ചർ അളക്കാൻ സാധിക്കില്ല. നമ്മൾ തെറ്റിദ്ധരിക്കുന്നത് ഇത് അതിൻ്റെ ടെമ്പറേച്ചർ ആണെന്നാണ്. പക്ഷേ അത് ടെമ്പറേച്ചർ അല്ല, അത് ചൂടാണ്. എന്തുകൊണ്ടാണ് ഈ ചൂട് വ്യത്യസ്തമാകുന്നത്? ടെമ്പറേച്ചർ സെയിം ആണെന്ന് ഞാൻ പറഞ്ഞു. സ്റ്റീൽ പാത്രത്തിനും അതുപോലെ ആ പുസ്തകത്തിനും ഒരേ ടെമ്പറേച്ചർ തന്നെയാണ്. പക്ഷേ അവിടെ വ്യത്യാസം വരുന്നത് ചൂടാണ്. ചൂടിന് എന്താണ് വ്യത്യാസം വരാനുള്ള കാരണം? ഈ പാത്രത്തിൽ തൊടുമ്പോൾ, വെയിലത്ത് വെച്ചിരിക്കുമ്പോൾ പാത്രത്തിൽ തൊടുമ്പോൾ കൂടുതൽ ചൂട് അനുഭവിക്കാനുള്ള കാരണം എന്താണ്? ഇതെല്ലാം തണുത്തതിന് ശേഷം സ്റ്റീൽ പാത്രത്തിൽ തൊടുമ്പോൾ കൂടുതൽ തണുപ്പ് അനുഭവിക്കാനുള്ള കാരണം എന്താണ്? സ്റ്റീൽ പാത്രം ഉണ്ടാക്കിയിരിക്കുന്നത് സ്റ്റീൽ കൊണ്ടാണ്. സ്റ്റീൽ എന്ന് പറയുന്നത് അതൊരു അലോയിയാണ്. അത് പല മെറ്റലുകൾ കൂടിച്ചേർന്ന് ഒരു പ്രത്യേക കോമ്പിനേഷനിൽ കൂടിച്ചേർന്നിട്ടാണ് സ്റ്റീൽ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ നമ്മൾ സ്റ്റീൽ ഉണ്ടാക്കിയെടുക്കുന്നത്. ആ മെറ്റൽസിൻ്റെ പ്രത്യേകത, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ആ സ്റ്റീലിൻ്റെ പ്രത്യേകത, അത് നല്ലൊരു ഹീറ്റ് കണ്ടക്ടർ ആണെന്നാണ്. ഹീറ്റിനെ പെട്ടെന്നത് കടത്തിവിടും. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഈ ഹീറ്റിനെ കടത്തിവിടുന്നതുമായിട്ട് ബന്ധമുള്ള ഒരു കാര്യമല്ല. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ, ആ പാത്രമായിക്കോട്ടെ അല്ലെങ്കിൽ ആ പുസ്തകമായിക്കോട്ടെ, ആ പുസ്തകത്തിൻ്റെ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ മോളിക്യൂൾസ് എത്രമാത്രം അജിറ്റേറ്റഡായി അല്ലെങ്കിൽ എത്രമാത്രം തീവ്രമായിട്ട് സഞ്ചരിക്കുന്നു എന്നതിൻ്റെ ഒരു സൂചനയാണ് ഈ ടെമ്പറേച്ചർ നൽകുന്നത്. അവിടെ ശക്തമായിട്ടുള്ള ഒരു താപനില ഏൽക്കുന്നുണ്ടെങ്കിൽ, നല്ല ചൂട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ മോളിക്യൂൾസ് കൂടുതൽ വേഗതയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സഞ്ചരിക്കും. അത് എത്രമാത്രം കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കുന്നു എന്നതാണ് ഈ ടെമ്പറേച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം. അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ടെമ്പറേച്ചർ ഇത്രമാത്രം ഉണ്ടെന്ന് പറയുന്നത്. ഇപ്പോൾ അത് നിശ്ചലമാണ്, മോളിക്യൂൾസ് ഒന്നും സഞ്ചരിക്കുന്നേയില്ല, അനങ്ങാതിരിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ അബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്നത്. അബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്നത് കെൽവിൻ സ്കെയിലിൽ 0 കെൽവിൻ എന്ന് പറയുന്ന താപനിലയാണ്. ചൂട് കൊടുക്കുന്നതനുസരിച്ച് പതിയെ പതിയെ ആ മോളിക്യൂൾസ് ചലിക്കും. അതുകൊണ്ട് തന്നെ അവിടുത്തെ ടെമ്പറേച്ചറും വർദ്ധിക്കുന്നതാണ്. ഇത് എല്ലാ സമയവും ഈ പുസ്തകത്തിനും അതുപോലെ തന്നെ സ്റ്റീലിനും ഒരുപോലെ തന്നെ ബാധകമാണ്. പക്ഷേ സ്റ്റീൽ ഒരു നല്ല കണ്ടക്ടർ ആയതുകൊണ്ട് അവിടെ ഉണ്ടായിരിക്കുന്ന ഈ മോളിക്യൂൾസിൻ്റെ സഞ്ചാരത്തെ അതിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളിലേക്ക് അത് കടത്തിവിടും. അതിനെയാണ് നമ്മൾ ഹീറ്റ് ഡിസിസിപ്പേഷൻ എന്ന് പറയുന്നത്. എല്ലാ പോയിന്റുകളിലുമുള്ള മോളിക്യൂൾസ് അജിറ്റേറ്റഡ് ആകുന്നുണ്ട്, അല്ലെങ്കിൽ അത് അതിശക്തമായിട്ട് സഞ്ചരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ആ സഞ്ചാരത്തെ അത് മറ്റുള്ള ഭാഗങ്ങളിലേക്ക് കൂടി കടത്തിവിടുകയാണ്. അങ്ങനെ മറ്റുള്ള ഭാഗങ്ങളിലൂടെ അത് കടന്നു പോകുമ്പോൾ അത് ഹീറ്റായിട്ട് മാറുന്നു. അതേസമയം പുസ്തകമെന്ന് പറയുന്നത് ഒരു നല്ല കണ്ടക്ടറേ അല്ല, അതൊരു ഇൻസുലേറ്ററാണ്. ആ പുസ്തകത്തിലേക്ക് വരുന്ന ഈ സൂര്യൻ്റെ പ്രകാശം, ആ പ്രകാശത്തെ അത് മറ്റ് ഭാഗങ്ങളിലേക്ക് കടത്തിവിടുന്നില്ല. അത് ആ മോളിക്യൂൾസിലുണ്ടാകുന്ന മാറ്റമായിട്ട് തന്നെ അവശേഷിക്കുന്നു. ആ സൂര്യപ്രകാശം ഇല്ലാതെ ആയിക്കഴിഞ്ഞാൽ ക്രമേണ ആ മോളിക്യൂൾസിൻ്റെ ആ അജിറ്റേഷൻ, അതിൻ്റെ പെട്ടെന്നുള്ള സഞ്ചാരം അവസാനിച്ച് അത് പൂർണ്ണമായിട്ടും നിശ്ചലമാകത്തില്ല, അത് കുറച്ചുകൂടെ മന്ദഗതിയിലുള്ള ഒരു വേഗതയായിട്ട് മാറും. പക്ഷേ സ്റ്റീലിൽ അത് കുറച്ച് നേരം ഉണ്ടായിരിക്കും.
കാരണം അവിടെ അതിനെ കടത്തി വിടുന്നുണ്ട്, അവിടെ താപനില വെളിയിലേക്ക് വരുന്നുണ്ട്. ഇതുതന്നെയാണ് പൂത്തിരി കത്തിക്കുമ്പോഴും സംഭവിക്കുന്നത്. നമ്മൾ പൂത്തിരി കത്തിക്കുമ്പോൾ ചെറിയൊരു തീയുടെ ഒരു കണം, ആ കണം നമ്മുടെ കയ്യിൽ വന്ന് പതിക്കുന്നുണ്ട്. പക്ഷേ അത് വളരെ വളരെ ചെറിയൊരു ഭാഗത്ത് മാത്രമാണുള്ളത്. അത് സൃഷ്ടിക്കുന്ന ഹീറ്റ് വളരെ വളരെ കുറവാണ്. അങ്ങനെ ഒരുപാട് കണങ്ങൾ കൂടിച്ചേർന്ന് ഒരു വലിയ തീനാളമാണെങ്കിൽ മാത്രമേ നമ്മുടെ കൈ പൊള്ളുകയുള്ളൂ. കാരണം ആ ഒരു കണത്തിൽ അടങ്ങിയിരിക്കുന്ന ടെമ്പറേച്ചർ വളരെയധികം കൂടുതലാണെങ്കിൽ പോലും അതിലടങ്ങിയിരിക്കുന്ന ഊർജം അല്ലെങ്കിൽ ഹീറ്റ് എനർജി അത് വളരെ 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 കുറവാണ്. അതുകൊണ്ട് നമുക്ക് ഒരു രീതിയിലുള്ള പൊള്ളലും ഏൽക്കില്ല. ആവി പിടിക്കുമ്പോഴുള്ള കാര്യവും ഇങ്ങനെ തന്നെയാണ്. ആവി ഉണ്ടാകുന്നത് വെറും 100 ഡിഗ്രി സെൽഷ്യസ് താപനിലയിലാണ്. പൂത്തിരിയുടേത് 1000 ഡിഗ്രി സെൽഷ്യസ് ആണ്. പക്ഷേ ഇത് വെറും 100 ഡിഗ്രി സെൽഷ്യസ്. 100 ഡിഗ്രി സെൽഷ്യസിൽ ഉണ്ടായിരിക്കുന്ന ആ ആവി അതിശക്തമായിട്ടുള്ളൊരു ഊർജമാണ്. ആ ഊർജം അത് അതിശക്തമാണ്. അതിന് വലിയ രീതിയിലുള്ള പൊള്ളലേൽപ്പിക്കാൻ സാധിക്കും. അതിനൊരു തീവണ്ടിയെ മുന്നിലേക്ക് ഓടിക്കാൻ സാധിക്കും. ഒരു കപ്പലിനെ സഞ്ചരിപ്പിക്കാൻ സാധിക്കും. അതാണ് നമ്മൾ ഇന്ന് കാണുന്ന സകല സാങ്കേതിക വിദ്യയുടെയും ആദ്യത്തെ ചെറിയ കാൽവെപ്പ്. അതിൽ നിന്നാണ് പിന്നീട് നമ്മൾ ഈ കാണുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായി വന്നത്. ഇൻഡസ്ട്രിയലൈസേഷൻ അല്ലെങ്കിൽ വ്യാവസായിക വൽക്കരണം ഉണ്ടായിട്ട് ഒരുപാട് വർഷമൊന്നും ആകുന്നില്ല. പക്ഷേ ആദ്യത്തെ സ്റ്റീം എഞ്ചിൻ അത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായതാണ്. ഏകദേശം 2000 വർഷങ്ങൾക്ക് മുൻപുള്ള കാലഘട്ടം. സ്ഥലം ഗ്രീസാണ്. ഗ്രീസിൽ ഒരു ഹീറോ ആണ് ഇതുണ്ടാക്കിയത്. ഹീറോ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പേരാണ്. അദ്ദേഹം ഹീറോ ഓഫ് അലക്സാൻഡ്രിയ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്റ്റീം എഞ്ചിൻ ഉണ്ടാക്കി. ആ സ്റ്റീം എഞ്ചിൻ്റെ പേരാണ് ഹീറോസ് സ്റ്റീം എഞ്ചിൻ അല്ലെങ്കിൽ ഹീറോയുടെ സ്റ്റീം എഞ്ചിൻ. അതിന് മറ്റൊരു പേര് കൂടിയുണ്ട്, യൂലോപൈൽ. അതിന് ഒരു സിലിണ്ടറിക്കൽ രൂപമുള്ള ഒരു ഭാഗമുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ജലം നിറയ്ക്കും. അതുകൂടാതെ അതിന് 2 നോസ്ട്രിൽസ് ഉണ്ട്. അതായത് ഉള്ളിലുള്ള ജലത്തിൽ നിന്നും ഉണ്ടാകുന്ന നീരാവി വെളിയിലേക്ക് വരാൻ വേണ്ടിയുള്ള 2 നോസ്ട്രിൽസ്. ഏറ്റവും കുറഞ്ഞത് 2 നോസ്ട്രിൽസ് എങ്കിലും ഉണ്ടായിരിക്കണം. 2ൽ കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല. ഈ ഒരു സിലിണ്ടറിൻ്റെ ഉള്ളിൽ വെള്ളം നിറയ്ക്കുന്നു. അതിനുശേഷം അതിന് ചൂട് കൊടുക്കുന്നു. ജലം ചൂട് പിടിക്കും, അത് തിളയ്ക്കും. 100 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാകുമ്പോൾ അത് നീരാവിയായിട്ട് മാറും. നീരാവി കടന്നു പോകാനായിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് 2 നോസ്ട്രിൽസ് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ആ 2 സുഷിരങ്ങളിലൂടെ നീരാവി വെളിയിലേക്ക് വരും. ആ സുഷിരങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആ സുഷിരങ്ങളിൽ നിന്ന് വെളിയിലേക്ക് വരുന്ന നീരാവി കാരണം ആ സിലിണ്ടർ കറങ്ങുന്ന രീതിയിലാണ് നോസ്ട്രിൽസ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. നീരാവി എങ്ങോട്ടാണോ വരുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ആ സിലിണ്ടർ പതിയെ കറങ്ങാൻ തുടങ്ങും. അതെ, നിങ്ങളുടെ നാവിൻ്റെ തുമ്പിൽ തന്നെ ആ ഒരു തിയറി അല്ലെങ്കിൽ ആ ഒരു നിയമം വന്നു കഴിഞ്ഞു. ന്യൂട്ടൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ള 3ാം ചലന നിയമം. എവറി ആക്ഷൻ ഹാസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. പക്ഷേ ഐസക് ന്യൂട്ടൺ ജനിക്കുന്നതിനും വർഷങ്ങൾക്ക് മുൻപ് തന്നെയാണ് ഈ ഒരു എൻജിൻ ഉണ്ടാക്കിയത്. ഈ ഒരു എൻജിൻ ഉണ്ടാക്കിയ ഹീറോയ്ക്ക് 3ാം ചലന നിയമം അറിയാമായിരുന്നു. പക്ഷേ അദ്ദേഹം അതൊരു നിയമമായിട്ടൊന്നും മാറ്റിയിരുന്നില്ല. ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഒരു മെഷീൻ അല്ലെങ്കിൽ ഒരു എൻജിൻ തന്നെ നിർമ്മിച്ചു. അത് 3ാം ചലന നിയമം പാലിക്കുന്നുണ്ട്. അതാണ് ശരിക്കും പറഞ്ഞാൽ ഈ തെർമോഡൈനാമിക്സിൻ്റെയൊക്കെ ഒരു തുടക്കം എന്ന് പറയുന്നത്. എന്നാൽ ആദ്യ കാലഘട്ടത്തിൽ ഇത് ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഉപകരണമായിരുന്നു. ആളുകൾക്ക് ഇത് വളരെ അത്ഭുതമായിരുന്നു. കാരണം ഒരു 2000 വർഷങ്ങൾക്ക് മുമ്പല്ലേ. വെള്ളം നിറച്ചിട്ടുള്ള ഒരു പാത്രം അല്ലെങ്കിൽ ഒരു പ്രത്യേക മെഷീൻ, ആ മെഷീനിൽ ചൂട് കൊടുക്കുമ്പോൾ അത് തന്നെ കറങ്ങുന്നു. ആരും അതിനെ കറക്കുന്നില്ല. ഒരു അത്ഭുതമായിരുന്നു. പലരും അതിനെ കരുതിയിരുന്നത് ഒരു അത്ഭുത വിദ്യ, ഒരു മന്ത്രവിദ്യ ഒക്കെ ആയിട്ടാണ്. കാരണം കാലഘട്ടം അങ്ങനെ ആയിരുന്നല്ലോ. എന്നാൽ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ആ കണ്ടുപിടുത്തം ലോകത്തിൻ്റെ തലവര തന്നെ മാറ്റിമറിച്ചത്. 19ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ നിക്കോളാസ് ലെനേർഡ് സാഡി കാർനെറ്റ്, നമുക്ക് സാഡി കാർനെറ്റ് എന്ന് ചുരുക്കി അദ്ദേഹത്തെ വിളിക്കാം. അദ്ദേഹം ആ പേര് തന്നെയാണ് അറിയപ്പെടുന്നത്. ഒരു ഫ്രഞ്ച് ഫിസിസിസ്റ്റാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഒട്ടും തന്നെ അറിയപ്പെടാതെ പോയ ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തി മാത്രമായിരുന്നു.
അദ്ദേഹത്തിന് വെറും 27 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തു. പക്ഷേ ആരും തന്നെ ആ പുസ്തകത്തെ സീരിയസ് ആയിട്ട് എടുത്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം പിന്നീട് ഒരു പുസ്തകവും എഴുതിയിട്ടില്ല. 27ാമത്തെ വയസ്സിൽ അദ്ദേഹം എഴുതിയ പുസ്തകം അത് ഒരു അത്ഭുത പുസ്തകമായിരുന്നു. അന്നേ വരെ ആരും ചിന്തിച്ചിട്ടില്ലാത്ത പല കാര്യങ്ങളും അദ്ദേഹം അതിൽ എഴുതി വെച്ചു. ആ പുസ്തകത്തിൻ്റെ പേരാണ് റിഫ്ലക്ഷൻസ് ഓൺ ദ മോട്ടീവ് പവർ ഓഫ് ഫയർ. തെർമോഡൈനാമിക്സിൻ്റെ ആദ്യത്തെ തിയറി രചിക്കപ്പെടുന്നത് ഇങ്ങനെയായിരുന്നു. അതിൽ അദ്ദേഹം വ്യക്തമായിട്ട് തന്നെ എഴുതി വച്ചിട്ടുണ്ടായിരുന്നു, ചൂട് എന്ന് പറയുന്നത് ഒരു വലിയ ശക്തിയാണ്. ആ ചൂട് കാരണമാണ് വലിയ രീതിയിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ തന്നെ ഉണ്ടാകുന്നത്. ആ ചൂടിനെ തുടർന്ന് വലിയ രീതിയിലുള്ള ചുഴലിക്കാറ്റുകൾ സംഭവിക്കുന്നു. ഓഷ്യൻ കറണ്ടുകൾ, അതായത് നമ്മുടെ സമുദ്രത്തിലൂടെ പ്രത്യേക ഡയറക്ഷനിൽ ഒഴുകിപ്പോകുന്ന ജലത്തിൻ്റെ ആ പ്രതല ഭാഗം, ആ ഒഴുക്കിനെയാണ് നമ്മൾ ഓഷ്യൻ കറണ്ട് എന്ന് പറയുന്നത്. ആ ഓഷ്യൻ കറണ്ടിൻ്റെ സഹായത്താലാണ് വർഷങ്ങൾക്ക് മുൻപ് ഈ വലിയ വലിയ ഷിപ്പുകളൊക്കെ പായ്ക്കപ്പലുകളൊക്കെ സഞ്ചരിച്ചിരുന്നത്. ആ ഒഴുക്കിനനുസരിച്ച് സഞ്ചരിച്ചു പോയാൽ നമുക്ക് കൃത്യമായിട്ടുള്ള സ്ഥലങ്ങളിൽ എത്തിച്ചേരാൻ സാധിക്കും. നമ്മളിപ്പോൾ വാർത്തകളിലൊക്കെ കാണാറുണ്ട്, ന്യൂനമർദ്ദത്തെ തുടർന്ന് ശക്തമായിട്ടുള്ള മഴ പെയ്യുമായിരിക്കും, അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള ഒരു കാറ്റുണ്ടായിരിക്കും, അതുമല്ലെങ്കിൽ അതിഭീകരമായിട്ടുള്ള ഒരു ചുഴലിക്കാറ്റ് സംഭവിക്കും. ന്യൂനമർദ്ദം കാരണമാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ന്യൂനമർദ്ദം? ന്യൂനമർദ്ദം ആ പേരിൽ തന്നെയുണ്ട്, ഏറ്റവും കുറഞ്ഞ പ്രഷർ അല്ലെങ്കിൽ മർദ്ദം. ഈ കുറഞ്ഞ പ്രഷർ അല്ലെങ്കിൽ മർദ്ദം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അതിൻ്റെ കാരണോട്ട് പറഞ്ഞാൽ അതേ ചൂട് തന്നെ ആയിരുന്നു. ശക്തമായിട്ടുള്ളൊരു ചൂട് ഒരു ഭാഗത്തുണ്ടാകുമ്പോൾ ആ ഭാഗത്ത് പ്രഷർ വേരിയേഷൻ ഉണ്ടാകും. ചൂട് വളരെ കൂടുതലാണെങ്കിൽ അവിടെ പ്രഷർ വളരെ കുറവായിരിക്കും. ചൂട് വളരെ കുറവാണെങ്കിൽ പ്രഷർ അവിടെ വളരെ കൂടുതലായിരിക്കും. ഈ കാറ്റിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് എപ്പോഴും അത് ഉയർന്ന പ്രഷറുള്ള സ്ഥലത്ത് നിന്നും കുറഞ്ഞ പ്രഷറുള്ള ഭാഗത്തേക്ക് സഞ്ചരിക്കുമെന്നുള്ളതാണ്. അതിനെ തുടർന്നാണ് വലിയ രീതിയിലുള്ള മഴയും അതുപോലെ ചുഴലിക്കാറ്റും ഒക്കെ സംഭവിക്കുന്നത്. ചുഴലിക്കാറ്റിൻ്റെയൊക്കെ പ്രവർത്തനത്തെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ മുൻപ് പലപ്പോഴായിട്ട് ഞാൻ ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ ഞാൻ ആ എക്സ്പ്ലനേഷനിലേക്കൊന്നും കടക്കുന്നില്ല. നമ്മുടെ വിഷയം അതല്ല. ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എഴുതി വച്ചിട്ടുണ്ടായിരുന്നു. പുസ്തകത്തിൻ്റെ അടുത്ത ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു ഐഡിയലായിട്ടുള്ള ഒരു മെഷീൻ നമുക്ക് കാണാം, അല്ലെങ്കിൽ ഒരു എൻജിൻ കാണാം. ആ മെഷീനാണ് കാർനോട്ട് മെഷീൻ. ആ മെഷീനാണ് നമ്മുടെ സകല സാങ്കേതിക വിദ്യയുടെയും തുടക്കക്കാരൻ. അത് ഒരു ഐഡിയൽ മെഷീനാണ്. അതായത് അത് പ്രാക്ടിക്കലി അങ്ങനെ ഒരു മെഷീൻ ഇല്ല. പക്ഷേ ഈ ഐഡിയൽ മെഷീനിലൂടെ നമുക്ക് ചില സിദ്ധാന്തങ്ങൾ, ചില തിയറികൾ മുന്നോട്ട് വയ്ക്കാം. ആ തിയറികളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പ്രാക്ടിക്കലായിട്ട് പ്രവർത്തിക്കുന്ന യഥാർത്ഥ എൻജിനുകൾ നിർമ്മിക്കാൻ സാധിക്കും. എന്താണ് ഈ കാർനറ്റ് എൻജിൻ? അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ്? അതിൻ്റെ പ്രവർത്തനം മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ ഒരു സിലിണ്ടർ സങ്കല്പിക്കുക. ആ സിലിണ്ടറിൻ്റെ ഒരു അറ്റം ഒരു പിസ്റ്റൺ കൊണ്ട് അടച്ചു വച്ചിരിക്കുകയാണ്. ആ പിസ്റ്റൺ നമുക്ക് മുകളിലേക്കും താഴേക്കും പ്രസ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനെ നമ്മൾ ഉള്ളിലേക്ക് പ്രസ് ചെയ്യുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക? ഈ സിലിണ്ടറിൻ്റെ ഉള്ളിലുള്ള പദാർത്ഥം കുറച്ചുകൂടെ കോൺട്രാക്റ്റ് ആവും. ഇപ്പോൾ നമ്മൾ ഒരു ഉദാഹരണത്തിന് ഒരു ബലൂൺ എടുക്കുക. ബലൂണിൽ നമ്മൾ വായു നന്നായിട്ട് ഊതി വീർപ്പിച്ചിട്ടുണ്ട്. ആ ബലൂണിൽ നമ്മൾ പ്രസ് ചെയ്യുകയാണെങ്കിലോ അതിനെ ഒന്ന് അമർത്തുകയാണെങ്കിലോ അതിൻ്റെ ഉള്ളിലുള്ള പ്രഷർ അത് വർദ്ധിക്കും, അതൊന്ന് ചുരുങ്ങിപ്പോകും. നന്നായിട്ട് പ്രസ് ചെയ്യുകയാണെങ്കിൽ അത് ആ പ്രഷർ കൂടുന്നതിനെ തുടർന്ന് പൊട്ടിപ്പോകും. ഇവിടെയും അതുതന്നെയാണ്. ആ പിസ്റ്റൺ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്കൊന്ന് പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ആ പദാർത്ഥത്തിനെ നമ്മൾ വർക്കിംഗ് സബ്സ്റ്റൻസ് എന്ന പേര് കൊണ്ടാണ് വിശേഷിപ്പിക്കുന്നത്. ആ വർക്കിംഗ് സബ്സ്റ്റൻസ് അതൊരു വാതകമാണ്. ആ വാതകം അല്ലെങ്കിൽ ആ ഗ്യാസിൻ്റെ പ്രഷർ വർദ്ധിക്കും. അത് ആ പിസ്റ്റണിൽ പ്രസ് ചെയ്യുമ്പോൾ പ്രഷർ വർദ്ധിക്കും. അതിനെ വെളിയിലേക്ക്, ആ പിസ്റ്റണിനെ വെളിയിലേക്ക് നമ്മൾ വലിക്കുമ്പോൾ ആ പ്രഷർ കുറച്ചുകൂടെ കുറഞ്ഞ് അതിൻ്റെ വോള്യം ഒന്ന് വർദ്ധിക്കും. അല്ലെങ്കിൽ അതിൻ്റെ ആ ഉള്ളിലുള്ള വാതകം അല്ലെങ്കിൽ ഗ്യാസ് കൂടുതൽ ഏരിയയിൽ വ്യാപിക്കും. ഇതിന് അടുത്തേക്ക് നമ്മൾ ഒരു ഹീറ്റ് ബോഡിയെയും ഒരു കോൾഡ് ബോഡിയെയും കൊണ്ടുവരുന്നു. ആദ്യം നമ്മൾ ആ ഹീറ്റ് ബോഡി കൊണ്ട് ഈ ഒരു സിലിണ്ടറിനെ മുട്ടിക്കുകയാണ്. ചൂടുള്ള ചായ വെച്ചിരിക്കുന്ന ഒരു ഗ്ലാസ് എടുത്ത് നമ്മുടെ ശരീരത്തൊന്ന് മുട്ടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ഒന്ന് പൊള്ളും. കാരണം ആ ചായയിലെ ചൂട് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത് കൊണ്ടാണ്. അതുപോലെ തന്നെ ഈ ഹീറ്റ് ബോഡി കൊണ്ട് നമ്മൾ ആ സിലിണ്ടറിലൊന്ന് മുട്ടിക്കുകയാണെങ്കിൽ ആ സിലിണ്ടറിൽ അടങ്ങിയിരിക്കുന്ന ആ വാതകത്തിലേക്ക് ഈ ചൂട് എത്തിച്ചേരും.
വാതകത്തിൽ ചൂടെത്തിച്ചേർന്നാൽ എന്താണ് സംഭവിക്കുക? അത് മനസ്സിലാക്കണമെങ്കിൽ നമുക്കൊരു ബലൂണിനെ വീണ്ടും എടുക്കാം. ഒരു ബലൂണുണ്ട്. ആ ബലൂണിൽ നമ്മൾ അത്യാവശ്യം വായു നിറച്ചിട്ട് അതിനെ വെയിലത്ത് കൊണ്ടുവെക്കുന്നു. അത് പൊട്ടാൻ പറ്റുന്ന രീതിയിലുള്ള വായുവല്ല, കുറച്ച് വായു മാത്രമേ ഉള്ളൂ. അതിനെ നമ്മൾ വെയിലത്ത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ ബലൂൺ പതിയെ വീർക്കാൻ തുടങ്ങും. അങ്ങനെ വീർത്ത് ഒരു ഘട്ടം കഴിയുമ്പോൾ അതങ്ങ് പൊട്ടിപ്പോകും. കാരണം എന്താണ്? ഈ ചൂട് കൂടുന്നതനുസരിച്ച് അവിടുത്തെ പ്രഷർ കുറയും. പ്രഷർ കുറയുക എന്ന് പറയുമ്പോൾ അവിടുത്തെ ആ വാതകങ്ങൾ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് തുടങ്ങും, അല്ലെങ്കിൽ വികസിക്കാനായിട്ട് തുടങ്ങും. ഇത് തന്നെയാണ് ഈ സിലിണ്ടറിൻ്റെ ഉള്ളിലും സംഭവിക്കുന്നത്. സിലിണ്ടറിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ആ വാതകം അല്ലെങ്കിൽ ആ ഗ്യാസിൻ്റെ പ്രഷർ കുറയുന്നതാണ് ചൂട് കാരണം. അപ്പോൾ അതിൻ്റെ വലിപ്പം കൂടണം. പക്ഷേ അത് മെറ്റൽ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു സിലിണ്ടറാണ്. അതുകൊണ്ട് തന്നെ അത് ബലൂൺ പോലെ വീർത്തു പോകില്ല. പക്ഷേ അവിടെ ഒരു പിസ്റ്റനുണ്ട്. ആ പിസ്റ്റൻ വെളിയിലേക്ക് തള്ളപ്പെടും. അതിൻ്റെ ഉള്ളിലുള്ള ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുന്നത് കാരണം പിസ്റ്റൻ വെളിയിലേക്ക് എക്സ്പാൻഡ് ചെയ്യുന്നു. ഇവിടെ നടക്കുന്നത് ഒരു വികാസമാണ്, അല്ലെങ്കിൽ എക്സ്പാൻഷനാണ്. ഈ എക്സ്പാൻഷനെയാണ് ഐസോതെർമൽ എക്സ്പാൻഷൻ എന്ന പേരുകൊണ്ട് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അതിനുശേഷം നമ്മൾ ആ ഹീറ്റ് ബോഡിയെ, ആ ചൂടുള്ള ബോഡിയെ അവിടെ നിന്നും മാറ്റി. ഇപ്പോൾ ആ സിലിണ്ടറിൽ ചൂടൊന്നും പ്രവേശിക്കുന്നില്ല. ഒരു കാര്യം കൂടെ കൺസിഡർ ചെയ്യുക. ഇതൊരു ഐഡിയലായിട്ടുള്ള സിലിണ്ടറാണ്. അതിൻ്റെ ഉള്ളിലുള്ള ചൂട് അത് വെളിയിലേക്ക് പോകില്ല. ഒരു ഫ്ലാസ്ക് പോലെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഹീറ്റ് ബോഡിയെ നമ്മൾ അവിടെ നിന്ന് എടുത്ത് മാറ്റിയാലും ആ സിലിണ്ടറിൻ്റെ ഉള്ളിലെ വാതകങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എക്സ്പാൻഷൻ അല്ലെങ്കിൽ വികാസം അത് തുടർന്ന് പോയിക്കൊണ്ട് തന്നെയിരിക്കും. പക്ഷേ മുമ്പുണ്ടായിരിക്കുന്ന അത്രയും വേഗതയിലല്ല. കാരണം ഇതിലേക്ക് കൂടുതലായിട്ട് ചൂട് എത്തിച്ചേരുന്നില്ല. ഓൾറെഡി ഉള്ള ചൂട് കാരണം മാത്രമാണ് ഇത് വികസിക്കുന്നത്. കൂടുതൽ ചൂട് വരുന്നില്ല, പക്ഷേ ഓൾറെഡി അതിൻ്റെ ഉള്ളിൽ ചൂടുണ്ട്. പക്ഷേ ആ ചൂട് കുറയും. അത് ചൂട് കുറയാനുള്ള കാരണം ആ വികാസമാണ്. കാരണം കൂടുതൽ ഏരിയയിലേക്ക് ഇത് വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ ചൂട് പതിയെ പതിയെ കുറഞ്ഞു വരും. ആ ചൂട് കുറയാനുള്ള കാരണം ആ എക്സ്പാൻഷൻ മാത്രമാണ്. അല്ലാതെ ആ ചൂട് അതിൽ നിന്നും വെളിയിലേക്ക് പോകുന്നില്ല. ഒരു ഫ്ലാസ്കിനകത്ത് ചൂടുവെള്ളം കിടക്കുന്നത് പോലെ തന്നെയാണ് ആ വാതകവും കിടക്കുന്നത്. പക്ഷേ എക്സ്പാൻഷൻ സംഭവിക്കുന്നത് കൊണ്ട് ആ ചൂട് കുറഞ്ഞ് വരുന്നുണ്ട്. ഇവിടെ നടക്കുന്ന ഈ രണ്ടാമത്തെ എക്സ്പാൻഷനെയാണ് നമ്മൾ അഡേബാറ്റിക് എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. അതൊരു ഘട്ടം കഴിയുമ്പോഴേക്കും നിൽക്കും. കാരണം അവിടെ ഉണ്ടായിരുന്ന ചൂട് പൂർണ്ണമായിട്ടും മാറിയിട്ടുണ്ട്, ഒരു നോർമൽ ടെമ്പറേച്ചറിലേക്ക് എത്തിച്ചേർന്നു. ഈ ഘട്ടത്തിൽ നമ്മൾ ഒരു കോൾഡ് ബോഡിയെ ഈ സിലിണ്ടറുമായിട്ട് കൂട്ടിമുട്ടിക്കും. അപ്പോഴെന്താണ് സംഭവിക്കുക? കോൾഡ് ബോഡിയാണ്. സാധാരണഗതിയിലുള്ള താപനിലയേക്കാൾ അല്പം കൂടി താപനില ഇതിന് കുറവാണ്. ഇവിടെ ആ ഒരു സിലിണ്ടറിൻ്റെ ഉള്ളിലുണ്ടായിരിക്കുന്ന വർക്കിംഗ് സബ്സ്റ്റൻസിൻ്റെ അല്ലെങ്കിൽ ആ വാതകത്തിൻ്റെ, ആ ഗ്യാസിൻ്റെ താപനില ഈ കോൾഡ് ബോഡിയിലേക്ക് സഞ്ചരിക്കുന്നു. ഈ സിലിണ്ടറിൻ്റെ ഉള്ളിലടങ്ങിയിരിക്കുന്ന വാതകത്തിൻ്റെ താപനില നോർമലിൽ നിന്നും പിന്നെയും താഴോട്ട് പോകാൻ തുടങ്ങും. ടെമ്പറേച്ചർ കുറയുകയാണ്. ടെമ്പറേച്ചർ കുറയുന്നത് കൊണ്ട് തന്നെ അവിടെ പ്രഷർ കൂടും. പ്രഷർ കൂടുമ്പോൾ എന്താണ് സംഭവിക്കുക? വോളിയം കുറയും. അവിടെ കോൺട്രാക്ഷനാണ് സംഭവിക്കുക. ആ വാതകം ചുരുങ്ങാൻ തുടങ്ങും. പിസ്റ്റൻ മുകളിലേക്ക് ഉയർന്നു നിൽക്കുകയാണ്. അത് പതിയെ ആ സിലിണ്ടറിൻ്റെ ഉള്ളിലേക്ക് പ്രസ് ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കോൺട്രാക്ഷൻ അല്ലെങ്കിൽ ഈ ചുരുങ്ങലിനെയാണ് ഐസോതെർമൽ കോൺട്രാക്ഷൻ എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ പതിയെ ആ കോൾഡ് ബോഡിയെ അവിടെ നിന്നും മാറ്റുകയാണ്. എന്നാലും അതിൻ്റെ ആ കോൺട്രാക്ഷൻ മുമ്പുണ്ടായിരുന്ന അത്രയും തീവ്രതയിലല്ല, അത്രയും ഉയർന്ന റേറ്റിലല്ല, കുറഞ്ഞ റേറ്റിലാണെങ്കിൽ പോലും മുമ്പത്തെ ആ കോൺട്രാക്ഷൻ തുടർന്നു പോകും. കാരണം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇതൊരു ഫ്ലാസ്ക് പോലെയാണ്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ വെച്ചിരിക്കുന്ന ആ വസ്തുവിൻ്റെ താപനില വെളിയിലേക്ക് ചോർന്നു പോകുന്നില്ല. ആ തണുപ്പ് അവിടെ അപ്പോഴും ഉണ്ട്. കൂടുതലായിട്ട് തണുപ്പ് അതിലേക്ക് എത്തിച്ചേരുന്നില്ല എന്ന് മാത്രം. അങ്ങനെ കൂടുതലായിട്ടുള്ള ആ തണുപ്പ് കാരണം കോൺട്രാക്ഷൻ തുടർന്നു പോകും. പ്രഷർ അവിടെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രഷർ വർദ്ധിക്കുന്നത് കാരണം ആ കുറഞ്ഞ താപനില അല്പം കൂടി വന്ന് നോർമൽ ടെമ്പറേച്ചറിലേക്ക് എത്തിച്ചേരും. രണ്ടാമതായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കോൺട്രാക്ഷനാണ് അഡേബാറ്റിക് കോൺട്രാക്ഷൻ. ഇതൊരു എൻജിനല്ല, ഒരു പ്രവർത്തിക്കുന്ന എൻജിനേ അല്ല. പക്ഷേ ഇതൊരു ഐഡിയൽ മോഡലാണ്. ഈ ഐഡിയൽ മോഡലാണ് പിന്നീടുണ്ടായ ശരിക്കും പ്രവർത്തിക്കുന്ന
സ്റ്റീം എഞ്ചിന് കാരണമായി മാറിയത്. പക്ഷേ ആരും തന്നെ അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകത്തെ കാര്യമായിട്ട് ഗവനിച്ചില്ല. അദ്ദേഹം പഠിച്ചുകൊണ്ടിരുന്ന അദ്ദേഹത്തിൻ്റെ പോളിടെക്നിക്ക് പോലും ഇതിനെ കാര്യമായിട്ട് എടുത്തില്ല. എല്ലാവർക്കും ഇത് മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഒരു പുസ്തകം വലിയ രസകരമായിട്ടുള്ള ഒന്നും തന്നെ ആ പുസ്തകത്തിലില്ല, ഒരു പ്രയോജനവും കിട്ടുന്ന കാര്യങ്ങളൊന്നും അതിൽ അടങ്ങിയിട്ടില്ല എന്നാണ് കരുതിയിരുന്നത്. പക്ഷേ അതിന് പിന്നീട് മാറ്റമുണ്ടായി. പിന്നീട് വന്ന തലമുറകൾ അതിനെ കാര്യമായിട്ട് തന്നെ ഗവനിക്കാൻ തുടങ്ങി. വില്യം തോംസൺ, ലോർഡ് കെൽവിൻ സാഡി കാർനറ്റിൻ്റെ തിയറിയെയും പുസ്തകത്തെയും വളരെ ഗൗരവത്തോടു കൂടി തന്നെ എടുത്തു. ആ സമയത്ത് ലോർഡ് കെൽവിൻ റുഡോൾഫ് ക്ലൗസിയസിനോടൊപ്പം പ്രവർത്തിക്കുകയായിരുന്നു. അവർ രണ്ടുപേരും കൂടി ചേർന്ന് കാർനറ്റിൻ്റെ തിയറിയുടെ അടിസ്ഥാനത്തിൽ മറ്റൊരു പുതിയ നിയമം തന്നെ കൊണ്ടുവന്നു, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. അതായത് പുതിയതായിട്ട് ഒരു എനർജിയെയും അല്ലെങ്കിൽ ഊർജത്തെയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയില്ല, അതിനെ നശിപ്പിക്കാനും സാധിക്കുകയില്ല. എനർജിയെ ഒരു ഫോമിൽ നിന്നും മറ്റൊരു ഫോമിലേക്ക് മാറ്റാൻ സാധിക്കുമെന്ന് മാത്രം. ഇതുതന്നെയാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൻ്റെ ഒന്നാമത്തെ നിയമം. തെർമോഡൈനാമിക്സ് നിയമങ്ങളെ പരിചയപ്പെടുന്നതിന് മുൻപ് എന്താണ് തെർമോഡൈനാമിക് സിസ്റ്റം എന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. തെർമോഡൈനാമിക് സിസ്റ്റം 3 വ്യത്യസ്ത തലത്തിലുണ്ട്. അതിൽ ഒന്ന് ഐസൊലേറ്റഡ് സിസ്റ്റമാണ്. പേരിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇത് പൂർണ്ണമായിട്ടും ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. ഒരു ഉദാഹരണം പറയാം. ഫ്ലാസ്ക്, നമ്മൾ ചൂടുവെള്ളം ചൂടോടുകൂടി സൂക്ഷിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഫ്ലാസ്ക്. അതിൽ വെള്ളം നമ്മൾ ഒഴിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് അടച്ചു വച്ചിട്ടുണ്ടെങ്കിൽ അതിലെ വെള്ളം ചോർന്നു പോകില്ല, കൂടാതെ അതിൻ്റെ ഉള്ളിലുള്ള ചൂടും നഷ്ടമാകില്ല. ഐഡിയലായിട്ടുള്ളൊരു ഫ്ലാസ്ക്കാണ് ഇവിടെ നമ്മൾ എടുക്കേണ്ടത്. ഒരു സാധാരണ ഫ്ലാസ്ക് എടുത്തു കഴിഞ്ഞാൽ ആ ഫ്ലാസ്കിലുള്ള ചൂട് കുറച്ചധികം മണിക്കൂറുകൾ കഴിയുമ്പോൾ ചോർന്നു പോകുന്നതാണ്. എന്നാൽ ഒരിക്കലും ചോർന്നു പോകാത്ത ഐഡിയലായിട്ടുള്ള ഒരു ഫ്ലാസ്ക് വേണം ഇവിടെ സങ്കല്പിക്കാൻ. ആ ഫ്ലാസ്ക് അത് ഐസൊലേറ്റഡ് സിസ്റ്റമാണ്. അതിൽ നിന്ന് വെള്ളം വെളിയിലേക്ക് പോകില്ല, ഊർജവും വെളിയിലേക്ക് പോകില്ല. വെളിയിലുള്ള വെള്ളം അല്ലെങ്കിൽ പദാർത്ഥങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് വരില്ല, വെളിയിലുള്ള ഊർജവും അതിൻ്റെ ഉള്ളിലേക്ക് വരില്ല. രണ്ടാമത്തെ സിസ്റ്റം ഓപ്പൺ സിസ്റ്റമാണ്. ഇവിടെ പദാർത്ഥവും അതുപോലെ ഊർജവും വെളിയിലേക്ക് പോകുന്നുണ്ട്. വെളിയിലുള്ള പദാർത്ഥത്തിനും ഊർജത്തിനും അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാനും സാധിക്കും. ഒരു ഉദാഹരണത്തിലൂടെ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാം. തിളപ്പിക്കുന്ന വെള്ളം. നമ്മൾ ഒരു പാനിൻ്റെ ഉള്ളിൽ വെള്ളം എടുത്തത് തിളപ്പിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ആ ചൂടുവെള്ളം നീരാവിയായിട്ട് വെളിയിലേക്ക് പോകുന്നുണ്ട്. അതായത് മാറ്റർ അല്ലെങ്കിൽ അവിടുത്തെ പദാർത്ഥങ്ങൾ വെളിയിലേക്ക് പോകുന്നുണ്ട്. ഊർജവും പോകുന്നുണ്ട്, ചൂടായിട്ട് ചൂടിൻ്റെ രൂപത്തിൽ വെളിയിലേക്ക് പോകുന്നുണ്ട്. അതാണ് ഓപ്പൺ സിസ്റ്റം. മൂന്നാമത്തത് ക്ലോസ്ഡ് സിസ്റ്റം. ക്ലോസ്ഡ് സിസ്റ്റം മനസ്സിലാക്കാനായിട്ട് ഇപ്പോൾ വെള്ളം തിളപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ പാനിനെ ഒന്ന് അടച്ചു വെച്ചാൽ മതി. നല്ലൊരു അടപ്പ് ഉപയോഗിച്ചിട്ട് അതിനെ അടച്ചു വയ്ക്കുന്നു. അതായത് നീരാവി വെളിയിലേക്ക് പോകുന്നില്ല, പക്ഷേ ചൂട് പോകുന്നുണ്ട്. ആ പാനിൻ്റെ വളരെ അരികിൽ നമ്മുടെ കൈ ഒന്ന് കൊണ്ടുപോയി വെച്ചാൽ മതി, ചൂട് നമുക്ക് അറിയാൻ സാധിക്കും. പാനിൻ്റെ ഉള്ളിൽ നിന്നും ചൂട് എന്ന ഊർജം വെളിയിലേക്ക് പോകുന്നുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പരിചയപ്പെടാം. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ടത് ഒരു ക്ലോസ്ഡ് സിസ്റ്റമാണ്. അതായത് ആ സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ നിന്നും വെളിയിലേക്ക് മാറ്റർ അല്ലെങ്കിൽ പദാർത്ഥങ്ങൾ പോകുന്നില്ല, എന്നാൽ ഊർജം വെളിയിലേക്ക് പോകുന്നുണ്ട് താനും. അത് മനസ്സിലാക്കാനായിട്ട് ഒരു സിസ്റ്റം സങ്കല്പിക്കുക. ആ സിസ്റ്റത്തിൻ്റെ ഉള്ളിലുള്ള ഊർജം 100 ജൂൾസ് ആണെന്നും സങ്കല്പിക്കുക. കുറച്ചധികം നേരം കഴിഞ്ഞതിന് ശേഷം അത് പരിശോധിക്കുമ്പോൾ 100 അല്ല, അത് കുറഞ്ഞ് 70 ജൂൾ ഊർജമായിട്ട് മാറിയെന്ന് കരുതുക. അവശേഷിക്കുന്ന 30 ജൂളിന് എന്ത് സംഭവിച്ചു? ആ 30 ജൂളും തൊട്ടപ്പുറത്തുള്ള അന്തരീക്ഷത്തിലേക്ക് അല്ലെങ്കിൽ അതിനോട് ചേർന്ന് കിടക്കുന്ന എൻവയോൺമെൻറ്റിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. 100 ജൂൾ ഉണ്ടായിരുന്നത് 70 ജൂളായി മാറി. പക്ഷേ ആ 30 ജൂള് എവിടെ നിന്നും ഇല്ലാതെയായി മാറിയിട്ടില്ല. അത് ആ സിസ്റ്റത്തിൽ നിന്നും വെളിയിലുള്ള എൻവയോൺമെൻറ്റിലേക്ക് മാറി എന്ന് മാത്രം. ഒരു രീതിയിലും ഊർജത്തെ ഇല്ലായ്മ ചെയ്യാൻ സാധിക്കുകയില്ല. അത് ഒരു രൂപത്തിൽ നിന്നും മറ്റൊരു രൂപത്തിലേക്കോ അല്ലെങ്കിൽ സിസ്റ്റത്തിൽ നിന്നും അതിൻ്റെ വെളിയിലേക്കോ പോകുന്നതാണ്. ഇവിടെ ഞാൻ വെള്ളം തിളപ്പിക്കുന്നതായിട്ടും അതുപോലെ ഫ്ലാസ്ക് ആയിട്ടും ഒക്കെ എടുക്കുന്ന തെർമോഡൈനാമിക് സിസ്റ്റം അങ്ങനെ തന്നെ എടുക്കണമെന്നില്ല. പ്രപഞ്ചത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തെ നമുക്കങ്ങനെ എടുക്കാം. അതല്ലാതെയുള്ള ബാക്കിയുള്ള ഭാഗങ്ങൾ, ആ ഭാഗങ്ങളൊക്കെ അതിൻ്റെ എൻവയോൺമെൻ്റായിട്ട് നമുക്കെടുക്കാം. അതിന് കൃത്യമായിട്ടുള്ള ഒരു ബൗണ്ടറി ഉണ്ടാകണമെന്നില്ല. ഇവിടെ ഞാൻ പറഞ്ഞ ഉദാഹരണത്തിനെല്ലാം കൃത്യമായിട്ടുള്ള ബൗണ്ടറി ഉണ്ട്. ഫ്ലാസ്കിന് ബൗണ്ടറി ഉണ്ട്, ആ പാനിന് ബൗണ്ടറി ഉണ്ട്.
പക്ഷേ തെർമോഡൈനാമിക്സ് നിയമം അനുസരിച്ച് ആ സിസ്റ്റത്തിന് അങ്ങനൊരു ബൗണ്ടറി വേണമെന്നില്ല. അതൊരു സാങ്കല്പികമായിട്ടുള്ള ബൗണ്ടറി ആണെങ്കിലും ഈ നിയമങ്ങൾ അവിടെ ബാധകമാണ്. ഈ ഒന്നാം നിയമത്തിൽ നിന്നും നമുക്ക് ശരിക്കും ഹീറ്റും വർക്കും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കാം. രണ്ടും പറയുകയാണെങ്കിൽ ഒന്നാണല്ലോ എന്ന് നമുക്ക് തോന്നിപ്പോകും, പക്ഷേ രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. വളരെ ബേസിക്കായിട്ട് ഹീറ്റും വർക്കും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഊർജത്തിൻ്റെ സഞ്ചാരമാണ്. ഒരു സ്ഥലത്തു നിന്നും ഊർജം മറ്റൊരു സ്ഥലത്തേക്ക് സഞ്ചരിച്ചു പോകുന്നതാണ്. ആ ഡെഫിനിഷൻ വർക്കിൻ്റെ കാര്യത്തിലും ശരിയാണ്, അതുപോലെ ഹീറ്റിൻ്റെ കാര്യത്തിലും ശരിയാണ്. എന്നാൽ കുറച്ചുകൂടെ വ്യക്തമായിട്ടുള്ള ഒരു ഡെഫിനിഷൻ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ വലിയ വ്യത്യാസമുണ്ടെന്ന് മനസ്സിലാക്കാം. ആദ്യം ഹീറ്റ് എടുക്കാം. ഹീറ്റ് എന്ന് പറയുന്ന പ്രതിഭാസം ശരിക്കും മോളിക്കുലാർ ലെവലിൽ നടക്കുന്ന അല്ലെങ്കിൽ മൈക്രോസ്കോപ്പിക് ലെവലിൽ നടക്കുന്ന ഒരു പ്രതിഭാസമാണ്. വളരെയധികം ചൂടുള്ള ഒരു സിസ്റ്റമാണെങ്കിൽ അല്ലെങ്കിൽ ആ സിസ്റ്റത്തിൻ്റെ ഉള്ളിലുള്ള വർക്കിംഗ് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ മാറ്റർ അത് വളരെയധികം ചൂടുള്ളതാണെങ്കിൽ അതിൻ്റെ മോളിക്യൂൾസ് അജിറ്റേറ്റഡ് ആയിരിക്കും. അത് ശക്തമായിട്ടുള്ള വേഗതയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അല്ലെങ്കിൽ വിറച്ചുകൊണ്ടിരിക്കും. നമ്മൾ ഒരു കപ്പ് കോഫി എടുത്തു. കോഫി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അതായത് ആ തിളച്ചുകൊണ്ടിരിക്കുന്ന കോഫി അത് വിറയ്ക്കുന്ന മോളിക്യൂൾസിൻ്റെ ഒരു വലിയ കൂട്ടായ്മയാണ്. അതിൻ്റെ തൊട്ടടുത്തുള്ള അന്തരീക്ഷങ്ങളിലൊന്നും അത്രയും വലിയ വിറയലില്ല. ഈ വിറയൽ തൊട്ടടുത്തുള്ള അന്തരീക്ഷത്തിലെ മോളിക്യൂൾസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. അതായത് ആ ഭാഗത്തുള്ള മോളിക്യൂൾസും നന്നായിട്ട് വിറയ്ക്കാൻ തുടങ്ങുന്നു. അങ്ങനെ അന്തരീക്ഷത്തിലുള്ള ആ മോളിക്യൂൾസിൻ്റെ വിറയിലും ആ ചായക്കകത്തിലുള്ള അല്ലെങ്കിൽ കോഫിക്കകത്തുള്ള മോളിക്യൂൾസിൻ്റെ വിറയിലും ഒരുപോലെയാകുമ്പോൾ അതിനെയാണ് നമ്മൾ തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ആ സമയത്ത് അന്തരീക്ഷത്തിൻ്റെയും ആ കോഫിയുടെയും താപനില തുല്യമായിരിക്കും. ഇതാണ് ഹീറ്റ് ട്രാൻസ്ഫർ. ഹീറ്റ് ട്രാൻസ്ഫറിൽ സംഭവിക്കുന്നത് ഈ മോളിക്യൂൾസിൻ്റെ വൈബ്രേഷനാണ്. ആ വൈബ്രേഷൻ കാരണമാണ് താപനില വെളിയിലേക്ക് പോകുന്നത്. എന്നാൽ വർക്ക് എടുക്കുകയാണെങ്കിൽ അവിടെയും ഊർജത്തിൻ്റെ ഒരു ട്രാൻസ്ഫറാണ് സംഭവിക്കുന്നത്. പക്ഷേ അത് മോളിക്കുലാർ ലെവലിലൊന്നുമല്ല. ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് ഒരു നിശ്ചിത ദൂരം മാറിയുള്ള മറ്റൊരു പോയിന്റിലേക്കുള്ള ഹീറ്റിൻ്റെ ട്രാൻസ്ഫറാണ് വർക്ക് എന്ന് പറയുന്നത്. അവിടെ തീർച്ചയായിട്ടും ഒരു ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കണം. അങ്ങനെ ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ വർക്കുള്ളൂ. വർക്കില്ലെങ്കിൽ എന്തായാലും അവിടെ ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കുന്നതല്ല. ഡിസ്റ്റൻസ് നിർബന്ധമായിട്ടും വർക്കിൽ ബാധകമാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ 1905 പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ശാസ്ത്ര പ്രബന്ധം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ആ ശാസ്ത്ര പ്രബന്ധത്തെക്കുറിച്ച് ഞാൻ വളരെ വ്യക്തമായി തന്നെ പറയാം, പക്ഷേ ഇത് അതിനുള്ളൊരു സന്ദർഭമല്ല. അതിനു മുമ്പ് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് നടന്നിട്ടുള്ള വളരെ പ്രാധാന്യമർഹിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് പറയണം. അതിനു മുമ്പ് രണ്ടാമത്തെയും മൂന്നാമത്തെയും തെർമോഡൈനാമിക് നിയമങ്ങൾ എന്താണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിലാണ് എൻട്രോപ്പി എന്ന് പറയുന്ന പുതിയൊരു കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ അത് ഡിസോർഡർനെസ് ആണ്. അത് എന്താണെന്ന് വ്യക്തമായിട്ട് തന്നെ പറയാം. അതിനു മുമ്പ് ഈ ലോ നമുക്കൊന്ന് പരിചയപ്പെടാം ഒരു ഉദാഹരണത്തിലൂടെ. ഇവിടെ ഒരു ഐസൊലേറ്റഡ് സിസ്റ്റമാണുള്ളത്. അതായത് വെളിയിലേക്ക് ഒരു രീതിയിലുള്ള ഊർജമോ അല്ലെങ്കിൽ പദാർത്ഥമോ പോകുന്നില്ല. വെളിയിൽ നിന്നും അതുപോലെ തന്നെ ഊർജമോ പദാർത്ഥമോ ആ ഒരു സിസ്റ്റത്തിൻ്റെ ഉള്ളിലേക്ക് എത്തിച്ചേരുന്നില്ല. ഉദാഹരണം എടുക്കുക. ഈ ഉദാഹരണത്തിൽ നമ്മൾ ഐസൊലേറ്റഡ് സിസ്റ്റമായിട്ട് എടുക്കുന്നത് ഒരു അടഞ്ഞ മുറിയാണ്. ആ മുറിയുടെ ഉള്ളിൽ ഒരു കോഫി ഉണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെയുള്ള നല്ല ചൂടുള്ള കോഫി, ഒരു കപ്പ് കോഫി. ആ കപ്പ് കോഫിക്കകത്തു നിന്നും ചൂട് വെളിയിലേക്ക് പോകുന്നുണ്ട്. വെളിയിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ ഐസൊലേറ്റഡ് സിസ്റ്റം അല്ലാതെ ആകുന്നില്ല. കാരണം ഇവിടെ പറയുന്ന ആ കോഫി അല്ല സിസ്റ്റം. ആ കോഫി ഉൾപ്പെടുന്ന ആ മുറി മുഴുവനും ഐസൊലേറ്റഡ് സിസ്റ്റമാണ്. അതുകൊണ്ട് തന്നെ കോഫിയിൽ നിന്നും ഊർജത്തിനും അതുപോലെ തന്നെ പദാർത്ഥത്തിനും വെളിയിലുള്ള അന്തരീക്ഷത്തിലേക്ക് പോകാം. കാരണം ആ മുറിയിലെ അന്തരീക്ഷം ഈ ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. കുറച്ചധികം സമയം കഴിയുമ്പോഴേക്കും ചൂടുള്ള കോഫി തണുക്കും. അവിടെ ഒരു തെർമൽ ഇക്വിലിബ്രിയം ഉണ്ടാകും. ആ ചൂട് പോകുന്നത് അതിൻ്റെ തൊട്ട് വെളിയിലുള്ള അന്തരീക്ഷത്തിലേക്കാണ്. പക്ഷേ ഒരിക്കലും ആ വെളിയിലേക്ക് എത്തപ്പെട്ടിട്ടുള്ള ഊർജം തിരികെ കോഫിയിലേക്ക് വരികയില്ല. ചൂട് ചായ തണുത്തു, ആ തണുത്ത ചായ പിന്നെ തനിയെ ചൂടാകില്ല. ഇത് എല്ലാ കാര്യങ്ങളിലും ബാധകമാണ്. ഒരിക്കലും എൻട്രോപ്പി തിരികെ പോകില്ല. എൻട്രോപ്പി എന്ന് പറയുന്നത് ഡിസോർഡർനെസ് ആണ്.
ഓരോ സമയം കഴിയും തോറും ആ ചൂട് കാപ്പിക്കകത്തുണ്ടായിരുന്ന മോളിക്യൂൾസിൻ്റെ വൈബ്രേഷൻ അത് തൊട്ടടുത്തുള്ള അന്തരീക്ഷത്തിലെ മോളിക്യൂൾസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് അവിടെ ഡിസോർഡർനെസ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കാരണവശാലും ഈ എൻട്രോപ്പി കുറയില്ല. എല്ലായിടത്തും ഇത് ബാധകമാണ്. എൻട്രോപ്പി എല്ലായ്പ്പോഴും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയുള്ളൂ. അതൊരിക്കലും പിന്നിലേക്ക് പോകില്ല. എൻട്രോപ്പി കുറച്ചും കൂടെ വ്യക്തമായിട്ട് മനസ്സിലാകാൻ ഒരു കുപ്പി ഗ്ലാസ് എടുക്കുക. ആ കുപ്പി ഗ്ലാസ്സിൽ അടങ്ങിയിരിക്കുന്ന മോളിക്യൂൾസ്, ആ മോളിക്യൂൾസ് എല്ലാം വളരെ കൃത്യമായിട്ടാണ് അടുക്കി വച്ചിരിക്കുന്നത്. എന്നാൽ വാതകമാണെങ്കിലോ, വാതകത്തിൽ അടങ്ങിയിരിക്കുന്ന മോളിക്യൂൾസ് ഒഴുകി നടക്കുകയാണ്. അതുകൊണ്ട് അവിടെ കൃത്യമായിട്ടുള്ള അടുക്കി വയ്ക്കലൊന്നുമില്ല. അവിടെ എൻട്രോപ്പി എല്ലായ്പ്പോഴും കൂടുതലായിരിക്കും. ഈ കുപ്പി ഗ്ലാസ്സിൽ എൻട്രോപ്പി കുറവായിരിക്കും. പക്ഷേ ആ കുപ്പി ഗ്ലാസ് നിലത്ത് വീണ് പൊട്ടി പല കഷ്ണങ്ങളായിട്ട് ചിന്നി ചിതറുകയാണെങ്കിലോ, അവിടെ എൻട്രോപ്പി വർദ്ധിക്കുന്നു, ഡിസോർഡർനെസ് വർദ്ധിക്കുന്നു. അങ്ങനെ വർദ്ധിച്ച ആ എൻട്രോപ്പി അല്ലെങ്കിൽ ആ ഡിസോർഡർനെസ് തിരികെ കുറഞ്ഞ് ആ ഗ്ലാസിൻ്റെ പഴയ രൂപത്തിലേക്ക് പോകില്ല. ഇതേ കാരണം കൊണ്ട് ഒരിക്കലും നമുക്ക് പാസ്റ്റിലേക്ക് സഞ്ചരിക്കാൻ സാധിക്കുകയില്ല എന്ന് പറയുന്ന ഒരു തിയറിയുമുണ്ട്. അതായത് നമുക്ക് ടൈം ട്രാവൽ ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് പറയുന്ന ഒരു തിയറിയുണ്ട്. മൂന്നാം തെർമോഡൈനാമിക് നിയമം. ഇത് പ്രപ്പോസ് ചെയ്യുന്നത് ഒരു ജർമ്മൻ കെമിസ്റ്റായ ഹെർമാൻ നെർണസ്റ്റ് ആണ്. ഇതിന് അദ്ദേഹത്തിന് 1920 നൊബേൽ പുരസ്കാരവും ലഭ്യമായി. നെർണസ്റ്റ് പ്രപ്പോസ് ചെയ്തിട്ടുള്ള ഒരു നിയമമായതുകൊണ്ട് തന്നെ ഇതിന് നെർണസ്റ്റ് ലോ എന്ന ഒരു പേര് കൂടിയുണ്ട്. ഈ നിയമം അനുസരിച്ച് ഒരു പെർഫെക്റ്റ് ക്രിസ്റ്റലിൻ്റെ താപനില കുറച്ച് 0 കെൽവിൻ അല്ലെങ്കിൽ അബ്സല്യൂട്ട് സീറോയിലേക്ക് എത്തിക്കുന്നു. അതായത് -273.15 ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്തിക്കുന്നു. ഒരു പദാർത്ഥത്തെയും നമുക്ക് അതിന് താഴേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയില്ല. ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, അബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്നത് ഒരു കണ്ടീഷനാണ്. ആ കണ്ടീഷനിൽ ആ പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന സകല മോളിക്യൂൾസും സകല ആറ്റംസും ചലനരഹിതമാകും. അതിൽ ഒരു രീതിയിലുള്ള വൈബ്രേഷനും നടക്കുകയില്ല. വൈബ്രേഷൻ കൂടുന്നതനുസരിച്ചാണ് താപനില ഉണ്ടാകുന്നത്. താപനില ഉണ്ടാവാനുള്ള കാരണം തന്നെ ഈ മോളിക്യൂൾസിൻ്റെ വൈബ്രേഷൻ മാത്രമാണ്. അബ്സല്യൂട്ട് സീറോ താപനിലയിൽ എത്തിച്ചേരുമ്പോൾ ആ പദാർത്ഥത്തിൻ്റെ എൻട്രോപ്പി അല്ലെങ്കിൽ ഡിസോർഡർനെസ് 0 ആയിരിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. 0 കെൽവിനിലേക്ക് ഒരു പദാർത്ഥങ്ങളെയും നമുക്ക് ഐഡിയലി എത്തിക്കാൻ സാധിക്കുകയില്ല. എത്ര താപനില കുറച്ച് കൊണ്ടുപോയാലും -273.15 ഡിഗ്രി സെൽഷ്യസ് എന്ന താപനിലയിലേക്ക് കുറയ്ക്കാൻ സാധിക്കുകയില്ല. അതിൻ്റെ വളരെ അരികിൽ വരെ മാത്രം എത്താൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് എങ്ങനെയാണ് ഈ എൻട്രോപ്പി 0 ആകുമെന്ന് പറയാൻ സാധിച്ചത്? അത് തെളിയിക്കാനായിട്ട് അദ്ദേഹം ഉപയോഗിച്ച പാരാമീറ്റർ ഹീറ്റ് കപ്പാസിറ്റിയാണ്. ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിൽ എന്തുമാത്രം ഹീറ്റ് കൊടുത്താൽ അതിൻ്റെ താപനില ഒന്ന് ഇൻക്രീസ് ചെയ്യും. അത് ആ വസ്തുവിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് മാറും. ഇപ്പോൾ 1 ലിറ്ററുള്ള വെള്ളത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ആ ഹീറ്റ് കുറച്ച് കൂടുതലായിരിക്കും. എന്നാൽ അതിനേക്കാൾ വളരെ കുറവായിരിക്കും ഒരു 100 മില്ലി മാത്രമുള്ള ജലത്തിൽ കൊടുക്കേണ്ട ചൂട്. അതുകൊണ്ട് തന്നെ എല്ലാ തവണയും എക്സ്പെരിമെൻ്റ് നടത്തുമ്പോൾ അത് ഒരേ ക്വാണ്ടിറ്റിയിലുള്ള പദാർത്ഥമാണെന്ന് അദ്ദേഹം ഉറപ്പുവരുത്തിയിരുന്നു. അങ്ങനെ നിരന്തരമായിട്ട് അദ്ദേഹം എക്സ്പെരിമെൻ്റ് നടത്തി. താപനില കുറച്ച് കൊണ്ടുവരാൻ തുടങ്ങി. കുറച്ച് കൊണ്ടുവരാൻ തുടങ്ങിയപ്പോഴാണ് അദ്ദേഹത്തിന് ഒരു കാര്യം നോട്ടീസ് ചെയ്യാൻ സാധിച്ചത്. താപനില കുറയ്ക്കും തോറും നമുക്ക് കൊടുക്കേണ്ടി വരുന്ന ചൂട് വളരെ കൂടുതലാണ്. വളരെ കുറഞ്ഞ താപനിലയിൽ വലിയ അളവിലുള്ള ഹീറ്റ് കൊടുത്താൽ മാത്രമേ അതിൻ്റെ ടെമ്പറേച്ചർ ഒന്ന് വർദ്ധിപ്പിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുകയുള്ളൂ. ഹെർമാൻ തല പുകഞ്ഞാലോചിച്ചു, എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനൊരു വ്യത്യാസം കാണിക്കുന്നത്? കുറേ അധികം നേരം ആലോചിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അതിൻ്റെ ഉത്തരവും കിട്ടി. അത് ഞാനൊരു അനാലജിയിലൂടെ പറയാം. പ്യുവർലി മാത്തമെറ്റിക്സിൻ്റെ സഹായത്താലാണ് അദ്ദേഹം ആ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചേർന്നത്. പക്ഷേ അത് പറഞ്ഞാൽ സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വളരെ പ്രയാസമായിരിക്കും. അത് അല്പം ബോറിങ്ങുമാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഒരു അനാലജിയിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ രസകരമായിട്ടുള്ള ഒരു ഫിനോമിനയാണ്. ഒരു വ്യക്തി കസേരയിൽ ഇരിക്കുകയാണെന്ന് കരുതുക. ആ കസേരയിൽ ഇരിക്കുന്ന വ്യക്തിയെ മറിച്ച് താഴേക്കിടാനായിട്ട് നമുക്ക് കൂടുതൽ ഫോഴ്സ് കൊടുക്കേണ്ടി വരില്ലേ? നല്ല രീതിയിൽ തള്ളിയാൽ മാത്രമേ അയാൾ നിലത്ത് വീഴുകയുള്ളൂ, അല്ലെങ്കിൽ ആ സ്ഥലത്ത് നിന്നും മാറുകയുള്ളൂ. എന്നാൽ ആ വ്യക്തി ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിലോ, ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ വീഴ്ത്താൻ അല്ലെങ്കിൽ അയാളുടെ ആ ഡയറക്ഷനിൽ മാറ്റം വരുത്താൻ വളരെ ഈസിയാണ്. ചെറിയൊരു ഉന്ത് കൊടുത്താൽ പോലും
അയാൾ അവിടെ നിന്നും തെന്നി മാറുകയോ അല്ലെങ്കിൽ നിലത്തേക്ക് വീഴുകയോ ചെയ്യുന്നതാണ്. ഇതേ കാര്യം തന്നെ നമുക്ക് ആറ്റത്തിലും മോളിക്യൂൾസിലും ഒന്ന് ചിന്തിച്ച് നോക്കാം. മോളിക്യൂൾസ് നിശ്ചലമാണെങ്കിൽ അതിൽ ഒരു ചെറിയ ചലനമുണ്ടാക്കാൻ വളരെ പ്രയാസമാണ്. എന്നാൽ അത് ശക്തമായ വേഗതയിൽ സഞ്ചരിക്കുകയാണെങ്കിൽ ആ വേഗതയ്ക്ക് ഒരു ആക്കം കൂട്ടാൻ വളരെ കുറഞ്ഞ അളവിലുള്ള ഒരു ഊർജം മാത്രം നമുക്ക് കൊടുത്താൽ മതി. വളരെയധികം കുറഞ്ഞ താപനിലയിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെയുള്ള മോളിക്യൂൾസിൻ്റെ സഞ്ചാരത്തിൻ്റെ വേഗത വളരെയധികം കുറഞ്ഞ വേഗതയിലായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് കൂടുതൽ ഹീറ്റ് കൊടുക്കേണ്ടി വരുന്നത്. അബ്സല്യൂട്ട് സീറോയിലേക്ക് പോകും തോറും അങ്ങനെയാണെങ്കിൽ ഈ മോളിക്യൂൾസിൻ്റെ ഈ ആറ്റത്തിൻ്റെ ചലനം കുറേ കൂടി മന്ദഗതിയിലാകും. കൃത്യം അബ്സല്യൂട്ട് സീറോയിൽ എത്തിച്ചേരുമ്പോൾ അത് ചലനമറ്റ് ഒരൊറ്റ പൊസിഷനിൽ മാത്രം നിൽക്കുന്നതാണ്. വളരെ ഭംഗിയായിട്ടുള്ള ഒരു സമവാക്യത്തിലൂടെ, വളരെ സിമ്പിളായിട്ടുള്ളൊരു സമവാക്യത്തിലൂടെ ഒരു മിടുക്കനായ ഗവേഷകൻ ഇതിനേക്കാളും വർഷങ്ങൾക്ക് മുൻപ് തെളിയിച്ചിട്ടുള്ള കാര്യമായിരുന്നു. അതൊരു കഥയാണ്. ആ കഥ പറയാതെ ഒരിക്കലും എനിക്ക് തെർമോഡൈനാമിക്സിൻ്റെ അധ്യായം പൂർത്തീകരിക്കാൻ സാധിക്കില്ല. തെർമോഡൈനാമിക്സിനെ കുറിച്ച് അത്യാവശ്യം അറിവുള്ള വ്യക്തികൾ പലരും ഇപ്പോൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും. മൂന്നാമത്തെ തെർമോഡൈനാമിക് നിയമം വരെ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും എന്തുകൊണ്ടാണ് താങ്കൾ ബോൾട്സ്മാനെക്കുറിച്ച് പറയാത്തത്, ബോൾട്സ്മാൻ കോൺസ്റ്റൻറ്റിനെ കുറിച്ച് പറയാത്തത് എന്തുകൊണ്ടാണ്? അത് പറഞ്ഞില്ലെങ്കിൽ ഇതൊക്കെ അർത്ഥശൂന്യമായി മാറുമല്ലോ. അതെ, എനിക്കിനി പറയാനുള്ളത് ബോൾട്സ്മാനെക്കുറിച്ചാണ്. നിർഭാഗ്യവാനായിട്ടുള്ള എന്നാൽ അതിപ്രഗത്ഭനായിട്ടുള്ള ഒരു ഗവേഷകൻ. ഗ്രാവിറ്റി എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഗവേഷകൻ അത് ഐസക് ന്യൂട്ടനാണ്. ഐസക് ന്യൂട്ടൺ ഇല്ലെങ്കിൽ പിന്നെ ഗ്രാവിറ്റിക്ക് എന്ത് പ്രാധാന്യമാണ്? ഇലക്ട്രോ മാഗ്നറ്റിസത്തെക്കുറിച്ച് പറയണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മാക്സ്വെല്ലിനെ കുറിച്ച് പറയണം. അതുപോലെ തന്നെ തെർമോഡൈനാമിക്സിനെ കുറിച്ച് പറയണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ബോൾട്സ്മാനെക്കുറിച്ച് പറയണം. ലുഡ്വിഗ് ബോൾട്സ്മാൻ, അദ്ദേഹം ഓസ്ട്രേലിയക്കാരനായ ഒരു ഫിസിസിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം തെർമോഡൈനാമിക്സിനെ ആറ്റോമിക് ലെവലുമായിട്ട് താരതമ്യ പഠനം നടത്തി. ആ കാലഘട്ടത്തിൽ, ഈ പറയുന്നത് 1877 ആ കാലഘട്ടത്തിൽ ഒരുപാട് ആളുകളൊന്നും ആറ്റമിസ്റ്റുകളായിരുന്നില്ല. അതായത് ആറ്റങ്ങൾ കൊണ്ടാണ് പദാർത്ഥങ്ങൾ ഉണ്ടായതെന്ന് വിശ്വസിക്കുന്ന ഗവേഷകർ വളരെ വളരെ കുറവായിരുന്നു. മുമ്പ് ആറ്റത്തെക്കുറിച്ച് വിവരിക്കുന്ന ഒരു വീഡിയോയിൽ ഞാൻ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വിശദാംശങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നില്ല. താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക. ആറ്റമിസ്റ്റുകളുടെ വളരെയധികം കുറഞ്ഞ സംഖ്യ മാത്രമേ നമുക്ക് ആ കാലഘട്ടത്തിൽ കാണാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ കുറഞ്ഞ ഗവേഷകരിൽ ഒരാളായിരുന്നു ഈ ബോൾട്സ്മാൻ. അദ്ദേഹം വിശ്വസിച്ചിരുന്നു ഈ കാണുന്ന സകല പദാർത്ഥങ്ങളും ആറ്റങ്ങൾ കൊണ്ട് നിർമ്മിതമായിട്ടുള്ള പദാർത്ഥങ്ങളാണെന്ന്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം തെർമോഡൈനാമിക്സിനെ ഈ ആറ്റങ്ങളുമായിട്ട് കണക്ട് ചെയ്തു. എങ്ങനെയാണ് തെർമോഡൈനാമിക്സ് നിയമങ്ങൾ ഈ ആറ്റവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതെന്നാണ് അദ്ദേഹം ഡിറൈവ് ചെയ്തത്. ആ പുതു തിയറിയുടെ പേരാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ്. വളരെ വളരെ ലഘുവായിട്ടുള്ള ഒരു സമവാക്യം. ആ സമവാക്യം അതൊരു അത്ഭുത സമവാക്യമായിരുന്നു. S=K × log of W. നിങ്ങൾ പല ആളുകൾക്കും ഇതിലെ ഈ ലോഗ് എന്താണെന്ന് മനസ്സിലായി കാണില്ല. ആ ലോഗ് എന്താണെന്ന് ഞാൻ പറയാം. അതെന്താണെന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഉത്തരം വളരെ വ്യക്തമായിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. ഈ തിയറിയിൽ, ഈ ഇക്വേഷനിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. അബ്സല്യൂട്ട് സീറോയിലേക്ക് താപനില കുറയ്ക്കുമ്പോൾ അവിടെയുള്ള ആറ്റങ്ങളെല്ലാം ചലനരഹിതമാകുമെന്ന്, മോളിക്യൂൾസ് എല്ലാം അടങ്ങി ഒതുങ്ങി ഒരൊറ്റ പൊസിഷനിൽ തന്നെ ഇരിക്കുമെന്ന്. പ്രാക്ടിക്കലി നമുക്കത് കണ്ടെത്താനേ സാധിക്കുകയില്ല. കാരണം നമുക്കൊരിക്കലും ഈ അബ്സല്യൂട്ട് സീറോ എന്ന താപനിലയിലേക്ക് ഒരു വസ്തുവിനെ കൊണ്ടുവരാൻ സാധിക്കില്ല. പക്ഷേ ഈ സമവാക്യത്തിന് സാധിക്കും. ഈ സമവാക്യത്തിലൂടെ സാധിക്കും. ഈ ഒരു ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോഗിൻ്റെ വാല്യൂ വ്യക്തമാകും. ഇതിൽ കാണുന്ന വരയാണ് ലോഗ്. ലോഗ് ഓഫ് 1 വരുന്ന സാഹചര്യത്തിൽ അവിടെ 0 ഉത്തരം. ലോഗിൻ്റെ വാല്യൂ 1 വരുമ്പോഴെല്ലാം ഉത്തരം 0. ഇനി നമുക്ക് ഈ സമവാക്യത്തിലേക്ക് കടക്കാം. ഇതിൽ എസ് എന്ന് പറയുന്നത് എൻട്രോപ്പിയാണ്. എൻട്രോപ്പി 0 അവിടെയുള്ള ആറ്റങ്ങൾക്കൊന്നും ഒരു രീതിയിലുള്ള ഡിസോർഡർനെസ്സുമില്ല. എല്ലാം കൃത്യമായിട്ടുള്ള ഒരു പൊസിഷനിലായിരിക്കും ഇരിക്കുക. ഇനിയുള്ളത് കെ ആണ്. കെ എന്ന് പറയുന്നത് ബോൾട്സ്മാൻ കോൺസ്റ്റൻ്റ് ആണ്. അതൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. ആ വാല്യൂ ഒരിക്കലും മാറുകയില്ല. എല്ലായ്പ്പോഴും ആ വാല്യൂ തന്നെ ആയിരിക്കും. പിന്നെയുള്ളത് ലോഗ് ഓഫ് W ആണ്. W
മോളിക്യൂൾസിൻ്റെ സഞ്ചാരമാണ്, മോളിക്യൂൾസിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള പൊസിഷനാണ്. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പാരാമീറ്ററാണ് ഈ W എന്ന് പറയുന്നത്. പക്ഷേ ആ ഡബ്ല്യുവിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ, ഒന്നാണെങ്കിൽ എല്ലാ മോളിക്യൂൾസിനും ഒരൊറ്റ പൊസിഷൻ മാത്രമേ ഉള്ളൂ. അതിന് കുറച്ചുകൂടി ഉയർന്ന വാല്യൂ ആണെങ്കിൽ ഒരുപാട് സാധ്യതകളുണ്ട്. ഒരു മോളിക്യൂൾസിന് ഒരുപാട് പൊസിഷനുകൾ വരാനുള്ള സാധ്യതയുണ്ട്. 1000 വരുന്നതെങ്കിൽ 1000 പൊസിഷനുകളിലേക്ക് ഓരോ മോളിക്യൂൾസിനും എത്തപ്പെടാനായിട്ട് സാധിക്കും. അപ്പോൾ W1 ആണെങ്കിലോ, W1 ആണെങ്കിൽ എല്ലാ മോളിക്യൂൾസിനും ഒരൊറ്റ പൊസിഷൻ മാത്രമേ ഉള്ളൂ. എല്ലാ മോളിക്യൂൾസിനും ഒരൊറ്റ പൊസിഷൻ മാത്രമേ ഉള്ളൂ എങ്കിൽ W1 ആണ്. അപ്പോൾ ലോഗ് ഓഫ് 1 എന്നായിരിക്കും നമുക്ക് കിട്ടുക. ലോഗ് 1 എന്ന് പറയുന്നത് 0 പൂജ്യത്തെ ഏതൊരു സംഖ്യ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് കിട്ടുന്ന ഉത്തരം 0 ആയിരിക്കും. 0 × K 0 ആണ്, അതായത് എൻട്രോപ്പി 0 ആണ്. എൻട്രോപ്പി 0 ആകുമ്പോൾ മോളിക്യൂൾസിനെല്ലാം ഒരൊറ്റ പൊസിഷൻ മാത്രമേ ഉള്ളൂ. അതായത് അവിടെ ഒരു രീതിയിലുള്ള ഡിസോർഡർനെസ്സും ഇല്ല, അവിടെ എൻട്രോപ്പി 0. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞാണ് അത് യാഥാർത്ഥ്യമാണെന്ന് തെളിയിക്കപ്പെടുന്നത്. 1920 അതിൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ള തെളിവിന് നൊബേൽ പുരസ്കാരം വരെ ലഭിച്ചു. പക്ഷേ ബോൾട്സ്മാൻ്റെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു. അദ്ദേഹം വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. ആൽബർട്ട് ഐൻസ്റ്റീനെ പോലെ ഒന്നും ആയിരുന്നില്ല, അല്ലെങ്കിൽ മെൻഡലീവിനെ പോലെ ഒന്നും ആയിരുന്നില്ല. മെൻഡലീവും ആൽബർട്ട് ഐൻസ്റ്റീനും ഒക്കെ ഒരുപാട് വേട്ടയാടപ്പെട്ടിട്ടുള്ള വ്യക്തികളാണ്. അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ തിയറികളൊക്കെ മണ്ടത്തരമാണെന്ന് പറഞ്ഞ് മറ്റ് ഗവേഷകർ അവരെ ഒരുപാട് കളിയാക്കിയുണ്ടായി. ബോൾട്സ്മാനും അത്തരത്തിലുള്ള കളിയാക്കലുകൾക്ക് വിധേയനായി. അദ്ദേഹത്തിൻ്റെ ഈ സുപ്രധാനമായിട്ടുള്ള തിയറിയെ ഒരുപാട് ആളുകൾ അപഹസിച്ചു. ഒരുപാട് ആളുകൾ എന്ന് പറയുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആളുകളല്ല, വലിയ വലിയ ഗവേഷകരാണ് അദ്ദേഹത്തെ അവഹേളിച്ചത്. അതിൽ അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ സാധ്യമായില്ല. അദ്ദേഹത്തിന് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായി. ബൈപോളാർ ഡിസീസ്, അതായത് ദ്വന്ദ്വ വ്യക്തിത്വം എന്ന് പറയുന്ന ഒരു മാനസിക രോഗമുണ്ടായി. അത് കലശലായപ്പോഴേക്കും അദ്ദേഹം ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ആദ്യത്തെ ആത്മഹത്യാ ശ്രമം പരാജയമായിരുന്നു. എന്നാൽ പിന്നീട് 1906 രണ്ടാമത് വീണ്ടും അദ്ദേഹം ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. അദ്ദേഹം മരണമടഞ്ഞു. 1906 മരണമടഞ്ഞു ആത്മഹത്യയിലൂടെ. 1905 അതായത് അതിന് തൊട്ട് മുമ്പത്തെ വർഷത്തിൽ ആൽബർട്ട് ഐൻസ്റ്റീൻ ബോൾട്സ്മാൻ കോൺസ്റ്റൻറ്റ് ഉപയോഗിച്ച് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു ശാസ്ത്ര പ്രബന്ധം പബ്ലിഷ് ചെയ്തു. അതിനു മുൻപ് മാക്സ് പ്ലാങ്ക് അദ്ദേഹത്തിൻ്റെ സുപ്രധാനമായിട്ടുള്ള ബ്ലാക്ക് ബോഡി തിയറി ഉണ്ടാക്കിയെടുത്തത് ഇതേ ബോൾട്സ്മാൻ കോൺസ്റ്റൻറ്റ് ഉപയോഗിച്ചിട്ടാണ്. അത്രയും പ്രാധാന്യം അർഹിക്കുന്ന ഒരു തിയറിയാണ്. പക്ഷേ തൻ്റെ തിയറി ഇത്രയും മനോഹരമാണെന്ന് അദ്ദേഹത്തിന് പോലും തിരിച്ചറിയാൻ സാധിച്ചില്ല. കാരണം അതിനു മുൻപ് തന്നെ അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. വിയന്നയിൽ അദ്ദേഹത്തിൻ്റെ ശവകുടീരമുണ്ട്. ആ ശവകുടീരത്തിൽ ടൂം സ്റ്റോണിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഈ മനോഹരമായിട്ടുള്ള സമവാക്യമാണ്. ആ സമവാക്യത്തെ ലോകം ശ്ലാഘിക്കുന്നത് കാണാൻ അദ്ദേഹത്തിന് വിധിയുണ്ടായിരുന്നില്ല. 1905 ആൽബർട്ട് ഐൻസ്റ്റീനെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു വർഷമായിരുന്നു. ആ വർഷം അദ്ദേഹം ഒരുപാട് ശാസ്ത്ര പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിച്ചു. അതിൽ അദ്ദേഹം രണ്ടാമതായിട്ട് പ്രസിദ്ധീകരിച്ചത് ബ്രൗണിയൻ മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ശാസ്ത്ര പ്രബന്ധമായിരുന്നു. തെർമോഡൈനാമിക്സിലേക്ക് ബോൾട്സ്മാൻ്റെ സമവാക്യം അപ്ലൈ ചെയ്യപ്പെട്ടു. അത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഒരു ഗ്ലാസ് ചൂടുവെള്ളം എടുക്കാം. എല്ലാ തവണയും കോഫിയല്ലേ എടുക്കുന്നത്, ഇത്തവണ നമുക്ക് ഒരു വെറൈറ്റിക്ക് വേണ്ടി ചൂടുവെള്ളം എടുക്കാം. കോഫി നമുക്കിവിടെ ഉപയോഗിക്കാൻ സാധിക്കില്ല. കാരണം ഇതിൻ്റെ ഉള്ളിലേക്ക്, ഈ ചൂടുവെള്ളത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പൂമ്പൊടി അല്ലെങ്കിൽ പോളൻ ഗ്രെയിൻസ് ഇടുകയാണ്. പൂമ്പൊടി വളരെയധികം നേർത്തതാണ്. ഇങ്ങനെ ചൂടായിട്ടിരിക്കുന്ന ആ വെള്ളത്തിലേക്ക് പൂമ്പൊടി ഇടുമ്പോൾ അത് പെട്ടെന്ന് തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഡിറക്ഷനിലേക്ക് സഞ്ചരിക്കുന്നതാണ്. ഓരോ പൂമ്പൊടിയും പല പല ഡിറക്ഷനിലേക്ക് സഞ്ചരിക്കുന്നു. അതിൻ്റെ കാരണം എന്തായിരിക്കാം? അതിൻ്റെ കാരണം അവിടെ അടങ്ങിയിരിക്കുന്ന മോളിക്യൂൾസിൻ്റെ തീവ്രമായിട്ടുള്ള വിറയലാണ്. ആ വിറയിൽ നമുക്ക് നഗ്നനേത്രം കൊണ്ട് കാണാൻ സാധിക്കില്ല. ചൂടിൻ്റെ രൂപത്തിൽ മാത്രമേ അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പൊള്ളും. പക്ഷേ ആ കാലഘട്ടത്തിൽ ആ പൊള്ളുന്നത് ഈ മോളിക്യൂൾസിൻ്റെ വൈബ്രേഷൻ കാരണമാണെന്ന് അധികം ഗവേഷകരും അംഗീകരിച്ച് കൊടുത്തിരുന്നില്ല. അതിനു മുമ്പ് അത് സാധൂകരിക്കുന്ന പല തിയറികളും വന്നു എന്നത് വാസ്തവമാണ്. പക്ഷേ അതിൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു തെളിവാണിത്. അവിടെയുള്ള മോളിക്യൂൾസ് വിറയ്ക്കുകയാണെങ്കിൽ
അതിൻ്റെ അരികിലൂടെ കടന്നു പോകുന്ന വളരെ നേർത്ത പോളൻ ഗ്രെയിൻസിൽ ആ വിറയിൽ നമുക്ക് കാണാൻ സാധിക്കും. വിറച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രതലത്തിലൂടെ നമ്മൾ ഒരു വര വരയ്ക്കുകയാണെങ്കിൽ നമ്മുടെ വര വളഞ്ഞു പുളഞ്ഞായിരിക്കും പോകുന്നത്. അദ്ദേഹം ഒരു മാത്തമാറ്റിക്കൽ സമവാക്യം തന്നെ ഉണ്ടാക്കി. ആ സമവാക്യത്തിനു വേണ്ടി അദ്ദേഹം ബോൾട്ട്സ്മാൻ കോൺസ്റ്റൻറ്റും ഉപയോഗിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏത് പാത്തിലൂടെയൊക്കെയാണ് ഈ പദാർത്ഥങ്ങളുടെ സഞ്ചാരമെന്ന് മനസ്സിലാക്കിയെടുക്കാൻ ആൽബർട്ട് ഐൻസ്റ്റീന് സാധിച്ചു. അതൊരു ശാസ്ത്ര പ്രബന്ധമായിട്ട് അദ്ദേഹത്തിന് പിന്നീട് പബ്ലിഷ് ചെയ്യാനും സാധ്യമായി. ആ ശാസ്ത്ര പ്രബന്ധം പബ്ലിഷ് ചെയ്ത് ഒരു വർഷം കൂടി കഴിഞ്ഞപ്പോൾ ബോൾട്ട്സ്മാനും ഈ ഭൂമിയിൽ നിന്നും വിട പറഞ്ഞു പോയി. അപ്പോൾ നിങ്ങൾ ചിന്തിക്കാം, ഓൾറെഡി പബ്ലിഷ് ചെയ്തു വന്നല്ലോ, അപ്പോൾ അതിന് വലിയ രീതിയിലുള്ള അംഗീകാരമല്ലേ കിട്ടിയത് അല്ലെങ്കിൽ കിട്ടേണ്ടത്? പക്ഷേ ആ ഘട്ടങ്ങളിൽ ആൽബർട്ട് ഐൻസ്റ്റീൻ ആരുമായിരുന്നില്ല, ഒരു പേറ്റൻറ്റ് ഓഫീസിലെ ക്ലർക്ക് മാത്രമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ പ്രബന്ധങ്ങളൊന്നും കാര്യമായിട്ട് ആരും എടുത്തിട്ടില്ല. മാക്സ് പ്ലാങ്ക് മാത്രമാണ് അതിനെ അല്പം ഗൗരവത്തോടു കൂടി എടുക്കാൻ തുടങ്ങിയത്. അതുകൊണ്ട് ലോകമാരും ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ആ സമവാക്യങ്ങൾ അല്ലെങ്കിൽ ആ പേപ്പറുകൾ അംഗീകരിച്ചിരുന്നില്ല. അത് പബ്ലിഷ് ചെയ്തു വന്നത് സത്യമായ കാര്യമാണ്. പക്ഷേ ലോകം അംഗീകരിച്ചില്ല, മറ്റ് ഗവേഷകർ അംഗീകരിച്ചില്ല. ആൽബർട്ട് ഐൻസ്റ്റീനെ തന്നെ പിന്നീട് അംഗീകരിക്കുന്നത് കുറേയധികം വർഷങ്ങൾക്ക് ശേഷം മാത്രമാണ്. അദ്ദേഹത്തിന് അവകാശപ്പെട്ടിട്ടുള്ള നൊബേൽ പുരസ്കാരം പോലും അദ്ദേഹത്തിന് നിഷേധിക്കപ്പെടുകയുണ്ടായി. പിന്നീട് കുറച്ചധികം വർഷങ്ങൾ കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനാണ് നൊബേൽ പുരസ്കാരം ലഭ്യമാകുന്നത്. ആരാലും ശ്രദ്ധിക്കപ്പെടാതെ ബോൾട്ട്സ്മാൻ എന്ന അതിപ്രഗത്ഭനായ ആ ഗവേഷകൻ ലോകത്തോട് വിട പറഞ്ഞു. ഇവിടെ ഞാൻ ഒരുപാട് ഗവേഷകരുടെ പേര് പറഞ്ഞു. എല്ലാം വളരെ പ്രഗത്ഭരായിട്ടുള്ള ഗവേഷകരാണ്. ഈ ഗവേഷകരെ പോലെ തന്നെ നമുക്കും ഒരു ഗവേഷകനാകണമെന്നുള്ള ചിന്ത തീർച്ചയായിട്ടും മിക്ക ആളുകളിലും ഉണ്ടാകും. എനിക്കും അത്തരത്തിലുള്ള ഒരുപാട് ചിന്തകൾ ഉണ്ടായിട്ടുണ്ട്. അതിനെ തുടർന്നാണ് എൻ്റെ കരിയർ ഞാൻ ഗവേഷണ മേഖലയിലേക്ക് തിരിച്ചത്. ഞാൻ PhD ചെയ്യാനുള്ള കാരണങ്ങളിലൊന്ന് ഇത്തരത്തിലുള്ള ഗവേഷകർ നൽകുന്ന ഇൻസ്പിറേഷനാണ്. നമുക്കെല്ലാവർക്കും ഒരു ഉൾവലിയുണ്ട്. ഈ പറയുന്ന ഗവേഷകരൊക്കെ അതിപ്രഗത്ഭരായിട്ടുള്ള ഗവേഷകരല്ലേ, അവർക്കൊക്കെ ഉയർന്ന IQ ഉണ്ട്. പക്ഷേ നമ്മളൊക്കെ ഒരു ആവറേജ് അല്ലെങ്കിൽ ഒരു ബിലോ ആവറേജ് ലെവലിലുള്ള വിദ്യാർത്ഥികൾ മാത്രമാണ്. നമുക്ക് അവരെ പോലെ നല്ല ഒരു ഗവേഷകനാകാൻ പോലും നമ്മളെ കൊണ്ട് സാധിക്കുകയില്ല. അതേ ചിന്താഗതി എനിക്കും ഉണ്ടായിരുന്നു. കാരണം ഞാൻ സ്കൂൾ കാലഘട്ടങ്ങളിലൊക്കെ ഒരു ആവറേജ് അല്ലെങ്കിൽ ഒരു ബിലോ ആവറേജ് മാത്രമുള്ള ഒരു വിദ്യാർത്ഥിയായിരുന്നു. ഒരു കാര്യം എത്ര പഠിച്ചിട്ട് എക്സാമിന് പോയാലും എക്സാമിൻ്റെ സമയത്ത് ഞാൻ എല്ലാം മറന്നു പോകും. പക്ഷേ എൻ്റെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചു. പല കാര്യങ്ങളും മെമ്മറിയിൽ ഓർത്തു വയ്ക്കാൻ സാധിക്കാതിരുന്ന എനിക്ക് പല മെമ്മറി ട്രിക്കുകളിലൂടെ അതൊക്കെ എൻ്റെ മെമ്മറിയിൽ സൂക്ഷിച്ചു വെക്കാൻ സാധ്യമായി. അതിനുശേഷമാണ് ഞാൻ BTechഉം MTechഉം പിന്നെ പല കോമ്പറ്റീറ്റീവ് എക്സാമുകളും ക്രാക്ക് ചെയ്യാൻ സാധ്യമായത്. UGC നെറ്റും അതുപോലെ ഗേറ്റും ഒക്കെ ഫസ്റ്റ് ചാൻസിൽ തന്നെ എനിക്ക് ക്രാക്ക് ചെയ്യാൻ സാധ്യമായി. PhDയുടെ എൻട്രൻസ് എനിക്ക് പാസ്സാകാൻ സാധിച്ചു. അത് ഫെലോഷിപ്പോട് കൂടി തന്നെയാണ് ഞാൻ പാസ്സായത്, അതും ഫസ്റ്റ് ചാൻസിൽ തന്നെ. ഒരു ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് ആയിട്ടുള്ള ഒരു വിദ്യാർത്ഥിയിൽ നിന്നും ആ ഒരു ലെവലിലേക്ക് എനിക്ക് ഉയരാൻ സാധ്യമായത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഉപയോഗിച്ചിട്ടുള്ള മെമ്മറി ട്രിക്കുകളാണ്. ആ മെമ്മറി ട്രിക്കുകൾ എല്ലാം കൂട്ടിച്ചേർത്ത് ഒരു കോഴ്സിൻ്റെ രൂപത്തിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഞാൻ എൻ്റെ മെമ്മറി ട്രിക്കുകൾ മാത്രമല്ല, മറ്റ് പല ആളുകളും രചിച്ചിട്ടുള്ള അവരുടെ പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിൽ കുറേയധികം മെമ്മറി ട്രിക്കുകൾ ചേർത്ത് 25ഓളം അധ്യായങ്ങൾ വരുന്ന ഒരു മെമ്മറി ട്രിക്ക് കോഴ്സാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് എൻ്റെ വെബ്സൈറ്റിലും അതുപോലെ തന്നെ ബ്രൈറ്റ് കെയർലൈറ്റ് എന്ന മൊബൈൽ ആപ്ലിക്കേഷനിലും ലഭ്യമാണ്. ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ ഫസ്റ്റ് കമൻറ്റിലും അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് പരിശോധിക്കാവുന്നതാണ്. കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അത് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെയോ അല്ലെങ്കിൽ മെയിലിലൂടെയോ ഒക്കെ നിങ്ങൾക്ക് ചോദിക്കാം. അതിൻ്റെയൊക്കെ ലിങ്കുകളും ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുക്കുന്നുണ്ട്. എനിക്ക് ഒരു ഗവേഷകനാകാൻ സാധിച്ചുവെങ്കിൽ, അതും ഫെലോഷിപ്പോടു കൂടി തന്നെ എനിക്ക് PhD ചെയ്യാൻ സാധ്യമായെങ്കിൽ നിങ്ങൾക്കും ഇത് സാധിക്കുന്ന കാര്യം തന്നെയാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്കും അല്ലെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ട വ്യക്തികൾക്കും ഇത് സാധിക്കുന്ന കാര്യം തന്നെയാണ്. പഠനം എന്ന് പറയുന്നത് വളരെ രസകരമായിട്ടുള്ള ഒരു പ്രക്രിയയായിട്ട് നമുക്ക് മാറ്റിയെടുക്കാം. ഒരു പുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ടുള്ള ഓർഡറിൽ തന്നെ നമ്മുടെ തലച്ചോറിൽ ഓർത്തു വയ്ക്കാം. കാണാപ്പാടമുള്ള ഒരു പഠനമല്ല, കൃത്യമായിട്ട് അതൊക്കെ മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മളത് കൃത്യമായ ഓർഡറിൽ നമ്മുടെ തലച്ചോറിൽ സൂക്ഷിച്ചു വയ്ക്കുന്നത്. പുതിയൊരു ഭാഷ അനായാസമായിട്ട് നമുക്ക് പഠിക്കാൻ സാധിക്കും.
ഒരു 50 അക്കമുള്ള സംഖ്യയോ അല്ലെങ്കിൽ 100 അക്കമുള്ള സംഖ്യയോ വളരെ അനായാസമായിട്ട് തന്നെ നമ്മുടെ മെമ്മറിയിൽ ഓർത്തു വയ്ക്കുകയും ആവശ്യമുള്ളപ്പോൾ അത് നമുക്ക് കൃത്യമായിട്ടുള്ള ഓർഡറിൽ ഓർത്തെടുക്കാൻ സാധിക്കുകയും ചെയ്യും. ഇതിനെക്കുറിച്ചൊക്കെ വിശദീകരിച്ചുകൊണ്ട് ഓരോ ചാപ്റ്റേഴ്സായിട്ട് ഞാൻ ആ വെബ്സൈറ്റിലും അതുപോലെ ആൻഡ്രോയിഡ് ആപ്പിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ ഭാഗമാകാം.